ഓരോ റിലീജിയനും അല്ലെങ്കിൽ സ്പിരിച്വൽ ട്രഡീഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിലുപയോഗിക്കുന്ന എല്ലാ വാക്കുകളും പൊതുവെ വളരെ സ്പെഷ്യലായിട്ടുള്ള വാക്കുകളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഓരോരോ റിലീജിയനും അതിൻ്റേതായിട്ടുള്ള കുറേ വാക്കുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഹിന്ദു മതം എടുത്താലും ഇസ്ലാം മതം എടുത്താലും ക്രിസ്ത്യൻ മതം എടുത്താലും എല്ലാ മതങ്ങളും എടുത്തു കഴിഞ്ഞാൽ അതിലുപയോഗിക്കുന്ന വാക്കുകളൊക്കെ വളരെ പൗരാണികമായിട്ടുള്ള വാക്കുകളാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പൗരാണികമായിട്ട് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള വാക്കുകളാണ്. അപ്പോൾ ഈ വാക്കുകൾക്കൊക്കെ വളരെ മിസ്റ്റീരിക്കായിട്ടുള്ള രഹസ്യ സ്വഭാവമുള്ള എന്തൊക്കെയോ ആണെന്നുള്ള ഒരു രീതിയിലാണ് അതിനെ നിർവചിക്കുക. നമ്മൾ ഗോഡ് എന്നൊക്കെ പറയുക, ബ്രഹ്മ, ശിവവിഷ്ണു, അള്ളാഹ്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ എടുത്താൽ ദൈവത്തിൻ്റെ അല്ലെ മൂർത്തികളുടെ പേരുകളൊക്കെ. ഇതിലേറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് കേൾക്കുന്ന താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭാഷകൾ എന്ന് പറഞ്ഞ് നമ്മൾ പൊതുവേ പല ഭാഷകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. ഒത്തിരി ഭാഷകളുണ്ട് എന്നൊക്കെ. ശരിക്കും ഈ യൂണിവേഴ്സിൽ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജും ഒരു യൂണിവേഴ്സൽ ഗ്രാമറും ഉണ്ട്. അതിൽ നിന്നുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിലും വ്യാകരണത്തിലും ഉണ്ടാക്കിയിരിക്കുന്ന വാക്കുകളാണ് എല്ലാ ഭാഷകളിലും പൗരാണികമായിട്ട് കടന്നുകൂടിയിട്ടുള്ളത്. ആ യൂണിവേഴ്സൽ ഗ്രാമറോ യൂണിവേഴ്സൽ ലാംഗ്വേജോ എന്ന് പറയുന്നത് തമിഴോ സംസ്കൃതമോ മലയാളമോ റഷ്യനോ ഇന്ത്യനോ ജർമ്മനോ ഇങ്ങനെയൊന്നുമല്ല. അതിൻ്റെയും പിന്നിലുള്ള സബ്സ്ട്രേറ്റ് ലാംഗ്വേജാണ്. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ അങ്ങനൊരു ലാംഗ്വേജ് വളരെ സ്പ്രെഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് കൺസ്ട്രക്റ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിരുന്ന വാക്കുകൾ, ആ വാക്കുകൾ പ്രധാനമായിട്ടും എസെൻഷ്യലായിട്ടുള്ള വാക്കുകളുണ്ട്. എസെൻഷ്യൽ വാക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചുറ്റും കാണുന്ന പ്രതിഭാസങ്ങൾ, അതായത് ഒരു സാധനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു വസ്തുവിനെ കാണുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, ചലനം എന്താണ്, സ്ഥാനം എന്താണ്, അങ്ങനെ കുറേ പ്രിൻസിപ്പിളുകളുണ്ട് അല്ലേ. നമുക്ക് ചുറ്റും കാണുമ്പോൾ നമ്മൾ കുറേ അടിസ്ഥാനപരമായിട്ടുള്ള കുറേ പ്രിൻസിപ്പിളുകൾ നമുക്ക് കാണാൻ പറ്റും ചുറ്റും നോക്കുമ്പോൾ. ഇപ്പോൾ ഒരു വെള്ളത്തിൽ കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള പ്രിൻസിപ്പിളുകൾ അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രിൻസിപ്പിളുകളെയൊക്കെ ഈ യൂണിവേഴ്സൽ ഗ്രാമറിൻ്റെയും ആ യൂണിവേഴ്സൽ ലാംഗ്വേജിൻ്റെയും സ്ട്രക്ചറിൽ അതിനെ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ, അതിന് വേണ്ടിയിട്ട് ഈ ശബ്ദരൂപങ്ങൾ ഉപയോഗിച്ച് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വാക്കുകളുണ്ട്. ഈ വാക്കുകളാണ് ബേസിക്കലി എല്ലാ റിലീജിയൻസിലും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന വാക്കുകൾ. അല്ലാതെ ഈ പറയുന്ന വാക്കുകൾക്ക് വേറെ പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഓരോ മതത്തിലുമുള്ള പ്രധാനപ്പെട്ട വാക്കുകളെക്കുറിച്ചിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വാക്കുകൾ ഒരു കാലഘട്ടം എത്തിക്കഴിയുമ്പോൾ കുറേ വ്യാജരേഖ ചമക്കുന്ന ആൾക്കാർ വന്ന് ഈ വാക്കുകളെ ആ വാക്കുകളെ എടുത്തിട്ട് അതിന് മറ്റു തലത്തിലുള്ള സങ്കല്പവും ഇമാജിനേഷൻസൊക്കെ കൊടുത്ത് അത് മറ്റെന്തോ ആണെന്ന് പറഞ്ഞ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കും. പക്ഷെ എന്നാലും ഇതൊക്കെ എല്ലാം സങ്കല്പമാണെന്നറിഞ്ഞാലും ഇമാജിനേഷനാണെന്നറിഞ്ഞാലും എന്തുകൊണ്ടാണ് ആൾക്കാർ ആ വാക്കുകളുടെ പുറകെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ വാക്കുകൾ എന്നുള്ളതല്ല, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വായിൽ നിന്ന് പുറപ്പെടുന്ന
ഒരു സർട്ടൈൻ നമ്പർ ഓഫ് ഷേപ്പ് ഓഫ് സൗണ്ട്സ് ഉണ്ട്. അത് യൂണിവേഴ്സലാണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ ഇരിക്കുന്ന ഒരാൾക്കും അത്രയും നമ്പേഴ്സേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ നമ്പർ 40 നമ്പറാണ്. എന്ന് പറഞ്ഞാൽ 40 ശബ്ദരൂപങ്ങളാണ് ഭൂമിയിൽ എവിടെ ഇരുന്നാലും ഒരു മനുഷ്യനുണ്ടാക്കാൻ പറ്റുള്ളൂ. അടിസ്ഥാന ശബ്ദരൂപങ്ങളാണ്. അതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയ വേരിയേഷൻസ്, അതിലെ 12 ശബ്ദങ്ങൾക്ക് മൂന്ന് വേരിയേഷൻസ് വീതമുണ്ട്. അങ്ങനെ വരുമ്പോൾ മൊത്തം 64 വരും. പക്ഷേ അടിസ്ഥാനമായിട്ട് 40. ഭൂമിയിൽ എവിടെ ഇരുന്നാലും ഈ 40 ശബ്ദരൂപം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 40 ശബ്ദരൂപങ്ങളിലൂടെ അതിന് ഓരോ ശബ്ദരൂപങ്ങൾക്കും കൃത്യമായിട്ടുള്ള അർത്ഥമുണ്ട്, ഗ്രാമറുണ്ട്, അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്നുള്ളതുണ്ട്, അതെങ്ങനെയാണ് കമ്പൈൻ ചെയ്യണമെന്നുള്ളത്. അതെല്ലാം വളരെ അതിൻ്റെ കൂടെ തന്നെ ഇനേറ്റായിട്ട് കിടക്കുന്ന കൺസ്ട്രക്റ്റാണ്. പക്ഷെ അതാർക്കും അറിയില്ല. ഇന്നതൊരു വലിയ സീക്രട്ടാണ്. അപ്പോൾ ഈ തരത്തിലുണ്ടാക്കിയ വാക്കുകളാണ് നമ്മളുടെ ഇവിടെ ഓരോ പൗരാണികമായിട്ട് കിടക്കുന്ന റിലീജിയൻസിൽ എല്ലാത്തിലും കിടക്കുന്ന വാക്കുകൾ. അല്ലാതെ ഈ വാക്കുകൾക്ക് വേറെ പ്രത്യേകിച്ച് യാതൊരു അർത്ഥവുമില്ല. പക്ഷേ കുറേ ആൾക്കാർ വന്ന് ഈ വാക്കിനെ എടുത്തിട്ട് ഇത് പ്രപഞ്ച സൃഷ്ടാവ്, ഇത് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മാലാഖയുടെ പേര്, ഇത് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മറ്റേയാളുടെ പേര്, ഇത് എന്നൊക്കെ പറഞ്ഞ് അതിനെ തെറ്റായ നിർവചനം കൊടുത്ത് ആൾക്കാരെ അതിൻ്റെ അകത്ത് നിർത്തുമ്പോഴും ആൾക്കാർക്ക് ഇതൊക്കെ അറിയാം. ഒരിക്കലും നേരിട്ട് കാണാൻ പറ്റാത്ത കാര്യമാണല്ലോ. എന്നിട്ടും ആൾക്കാർ എന്തുകൊണ്ട് ആ വാക്കിൻ്റെ പുറകെ കടിച്ചു തൂങ്ങണമെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ആൾക്കാരെല്ലാം തന്നെ സ്വന്തം ജീവിതത്തിൽ തങ്ങൾ നേരിട്ട് കണ്ടതിനനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത് എല്ലാ കാര്യത്തിലും. ഒരാൾ ഒരു 500 രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട്. അയാൾ ഒരു 100 രൂപ കൊടുത്തിട്ട് ഇത് 500 ആണെന്ന് താൻ വിചാരിച്ചോ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്നുള്ളതും, അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന മൂർത്തി മാലാഖമാരൊന്നും ഇല്ല എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ഇത് ആർക്കും അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നുമില്ല. എന്താ അവരുടെ ബാക്കിയുള്ള എല്ലാ ജീവിതചര്യകളിലും നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതിൽ മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ മനുഷ്യർക്ക് മറ്റേത് എന്തുകൊണ്ടത് ഒരു ചോദ്യമല്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം എല്ലാവർക്കും ഇത് വെറും ഒരു സങ്കല്പമാണ്. പക്ഷെ എന്നാലും ഈ സങ്കല്പമാണെന്ന് അറിഞ്ഞാലും ഇപ്പോൾ സൂപ്പർമാൻ്റെ പുറകെ പോകുന്ന ആൾക്കാരുണ്ടെന്ന്. ഇന്നത്തെ കുറേ ആൾക്കാർ സൂപ്പർമാൻ്റെ ഫാനാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റാർ വാഴ്സ് മൂവിയുണ്ട്, ഇംഗ്ലീഷിൽ ഇറങ്ങിയ സ്റ്റാർ വാഴ്സ് മൂവി, അതിൻ്റെ പുറകെ പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ കൾട്ടുകൾ പോലെയൊക്കെ ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും അതിൻ്റെ ഇങ്ങനെ ഈ റിലീജിയസ് ആസ്പെക്റ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എന്തുകൊണ്ട് പുറകെ പോകണമെന്ന് ചോദിച്ചാൽ, ആ കൺസ്ട്രക്റ്റ് ഉണ്ട്, ആ വാക്കിൻ്റെ കൺസ്ട്രക്റ്റ് അത് നമ്മുടെ നേച്ചറിൻ്റെ പ്രിൻസിപ്പിളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇനേറ്റായിട്ടുള്ള ഒരു നൈസർഗികമായിട്ടുള്ള കൺസ്ട്രക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൺസ്ട്രക്റ്റുകളെ നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റത്തില്ല, എടുത്തു മാറ്റാൻ പറ്റില്ല. അതിന് തെറ്റായ നിർവചനം കൊടുത്താലും അതിനൊരു മാഗ്നറ്റിക് പവറുണ്ട്. അത് നമ്മൾ അതിൻ്റെ പുറകെ പോകും. അതറിയണമെന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങുമ്പോഴേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അവയവങ്ങളുള്ളതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളെല്ലാം നമ്മൾ ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളത് സെയിമാണ്. ഒരു വ്യത്യാസം ഉണ്ടാവാറില്ല. കരളില്ലാതെ ജനിക്കുക, കിഡ്നി ഇല്ലാതെ ജനിക്കുക, ഹൃദയമില്ലാതെ ജനിക്കുക, ഇങ്ങനെയുള്ള ഫെനോമിനാസ് ഒന്നുമില്ല. എല്ലാ സ്ഥലത്ത് ചെന്നാലും ഒരു മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെയുണ്ട് അതാണ് എല്ലാ സ്ഥലത്തിരിക്കുന്ന ആൾക്കാർക്ക് ഉള്ളതെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ 40 ശബ്ദരൂപങ്ങളാണ് ഈ ഭൂമിയിലുള്ള മനുഷ്യർക്കുള്ളൂ. പക്ഷെ അതിനെക്കുറിച്ച് ആരും അവെയർ ആവാത്തതിൻ്റെ കാരണം നമ്മൾ ബേസിക്കലി ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടീനെ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിലൂടെ പഠിപ്പിച്ചിട്ടാണ് ഈ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മലയാളം പഠിക്കുന്നു, പക്ഷെ മലയാളം എങ്ങനെ ഉണ്ടായെന്നുള്ള ആ കുട്ടിക്ക് അറിയത്തില്ല. മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഈ ശബ്ദരൂപങ്ങൾ എവിടെ നിന്നുണ്ടായി, സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന ഈ ശബ്ദരൂപങ്ങൾ എവിടെ നിന്നുണ്ടായി, തമിഴ് ഉപയോഗിക്കുന്ന ഈ ശബ്ദരൂപങ്ങൾ എവിടെ നിന്നുണ്ടായി, റഷ്യയിലും ജർമ്മനിലും ഉപയോഗിക്കുന്ന ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇതിലെല്ലാത്ത ഈ 40 ശബ്ദരൂപങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ശബ്ദരൂപങ്ങൾ എവിടെ നിന്നുണ്ടായെന്നുള്ളത് ഒരു കുട്ടിയെ അന്വേഷിക്കാറില്ല. കാരണം അത് സമ്മതിക്കാറില്ല. അവരെ ഒരു ലാംഗ്വേജ് പോലെ പഠിപ്പിക്കുക. അപ്പോൾ ആ ലാംഗ്വേജിൻ്റെ കൺസ്ട്രക്റ്റിൽ നിന്നിട്ടാണ് വേൾഡിനെ നോക്കി കാണുന്നത്. അതേസമയം ഈ പറയുന്ന 40 കോമൺ ആയിട്ടുള്ള ശബ്ദരൂപങ്ങളെ മനസ്സിലാക്കി, 40 ഇതിനെ മനസ്സിലാക്കി അതിൻ്റെ കൺസ്ട്രക്റ്റ് എങ്ങനെയാണ്, നൈസർഗികമായിട്ട് കിടക്കുന്ന കൺസ്ട്രക്റ്റും അതിൻ്റെ ഗ്രാമറും. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അവെയറല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യവും പഠിക്കുന്നത് ഡിസോർഡറിലാണ്. ഇപ്പോൾ നമ്മൾ ഏത് ഭാഷ എടുത്താലും അതിൻ്റെ അകത്ത് ആൽഫബറ്റുകളും ഇതൊക്കെ പഠിക്കുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ശബ്ദരൂപങ്ങൾ പുറപ്പെടുന്നതിന് കൃത്യമായിട്ടുള്ളൊരു ഓർഡറുണ്ട്. ഈ ഓർഡറിൻ്റെ നേരെ ഉൾട്ട, അല്ലെങ്കിൽ എന്താ പറയുക, കെയോസ് ആണ് ഓരോ ലാംഗ്വേജിലെയും ആൽഫബറ്റുകൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതിന് ഓർഡറില്ല, അവിടുന്ന് ഇവിടുന്ന് പിക്ക് ചെയ്തിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ജനിച്ചു വീഴുന്ന ഒരു കുട്ടി ലാംഗ്വേജിലോട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ആകുമ്പോൾ അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ഇനേറ്റ് സിസ്റ്റത്തിനെതിരെയാണ് ആ ലാംഗ്വേജ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം, ഏതൊരു കാര്യവും നമ്മൾ എങ്ങനെയാണോ ഉണ്ടായിരിക്കുന്നത് അതേ ഓർഡറിൽ തന്നെ പഠിക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനും ഇൻ്റർ കണക്ട് ചെയ്യാനും പറ്റുള്ളൂ. അതേസമയം നമ്മൾ എങ്ങനെയാണോ ഒരു ഓർഡർ ഉണ്ടാകുന്നത് ആ ഓർഡറിലല്ലാതെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഓർഡറാണ് ഞാൻ പറയുന്നത്. ശരീരത്തിൽ നിന്ന് ഈ ശബ്ദരൂപങ്ങൾ ഉണ്ടാകുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ഓർഡറുണ്ട് നമ്പർ സിസ്റ്റത്തിൽ. അപ്പോൾ ഈ നമ്പർ സിസ്റ്റത്തിലുള്ള ഈ ഓർഡറിന് വിപരീതമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള ആ കൺസ്ട്രക്റ്റിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് അതിനെ പെർസീവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആർക്കും അറിയാനും പറ്റില്ല, ഇതെല്ലാം ഒരു സീക്രട്ട് പോലെ കിടക്കും. എന്നാൽ ഉപയോഗിക്കുന്ന വാക്കുകളോ, ഈ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം പൗരാണികമാണ് അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഉപയോഗിക്കുന്ന എല്ലാം പൗരാണികമായ വാക്കുകളാണ്. അപ്പം നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണ്, റഷ്യനുണ്ട്, ജർമ്മൻ ഉണ്ടെന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ. പക്ഷേ അതിൻ്റെ പിന്നിൽ കിടക്കുന്ന ഈ 40 ശബ്ദരൂപങ്ങളേ ഉള്ളൂ. നമ്മൾ മ്യൂസിക് എടുത്തു കഴിഞ്ഞാൽ ഈ ലോകത്ത് 12 ശബ്ദസ്ഥാനങ്ങളേ ഉള്ളൂ. ആ ശബ്ദസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഏകദേശം മാക്സിമം പറഞ്ഞാൽ ഒരു 39 ഇൻ്റർവൽ ക്വാളിറ്റീസ് ഉണ്ട്. ലോകത്ത് ഇത്രയേ ഉള്ളൂ. ഈ 39 ഇൻ്റർവൽ ക്വാളിറ്റീസ് മാത്രമേ ലോകത്തുള്ളൂ. ഈ സാധനം വെച്ചിട്ടാണ് എല്ലാ സ്ഥലത്തും ആൾക്കാർ എന്ത് ചെയ്യുന്നത്? മ്യൂസിക്. അതുകൊണ്ടാണ് മ്യൂസിക് യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. ഈ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഭാഷകളിലും ഉപയോഗിക്കുന്നത് ഈ 40 ശബ്ദരൂപമാണ്. അപ്പോൾ എനിവേ, അപ്പോൾ അങ്ങനെ ഉള്ള ഈ ശബ്ദരൂപങ്ങൾ അതുപയോഗിച്ചിട്ട് ഈ നേച്ചറിൽ നടക്കുന്ന പ്രിൻസിപ്പിളുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ കൺസ്ട്രക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൺസ്ട്രക്റ്റുകൾ ആണ് പിന്നീട് ഓരോ റിലീജിയനിലും എടുത്ത് എന്ത് ചെയ്തിരിക്കുന്നത്? വേറെന്തോ സംഭവമാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുക. അപ്പം അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു മന്ത്രമാണ് ഓം നമഃ ശിവായ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറയുന്നത്, അതായത് ഞാൻ എന്താ പറയുക, ഇന്ന ആളെ നമിക്കുന്നു, അല്ലെ പിന്നെ എന്താണ്, നമ്മൾ അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതോ ഒരു ശക്തിയെ നമിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഇപ്പോൾ ഉള്ള അതിൻ്റെ കറൻറ്റ് മീനിങ്. എന്നാൽ യഥാർത്ഥത്തിൽ അതെന്താണ്? ഓം എന്ന് പറയുന്ന ശബ്ദരൂപത്തെക്കുറിച്ചിട്ട് 2 ശബ്ദരൂപങ്ങൾ കൂടി ചേരുന്നതാണ്. അപ്പം അതിനെക്കുറിച്ചിട്ട് നമ്മൾ പറയും സംസ്കൃതത്തിൽ നിന്നാണ് അർത്ഥം. സംസ്കൃതം എന്ന് പറയുന്ന ഭാഷ, അത് സംസ്കൃതം എന്ന് പറയുന്ന ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഭാഷയാണ് ഒറിജിനൽ ഭാഷ. അത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഭാഷയല്ല, യൂണിവേഴ്സൽ ഗ്രാമറും കൺസ്ട്രക്റ്റുമാണ്. അതിൻ്റെ അകത്തു നിന്നുണ്ടായ വാക്കുകളാണ് വേദങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്. മോസ്റ്റ്ലി തമിഴിൽ അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലീനിയേജ് എന്നുള്ള രീതിയിൽ അത് നമ്മളുടെ ഇവിടെയുള്ള ഭാഷകളിൽ അത് കിടക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും അതിൻ്റെ അർത്ഥം അത് ഇൻഡിപെൻഡൻറ്റ് ഭാഷകളാണെന്നല്ല. ഈ ഓം എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മളിവിടെ തെറ്റിദ്ധരിക്കുന്ന എന്തോ ഒരു യൂണിവേഴ്സൽ സൗണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയല്ല. ഓം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രൂപവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതിനെയാണ് ഓം എന്ന് പറയുന്നത്. ഒരു രൂപമായിട്ടോ ഒരു രൂപവുമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു അവസ്ഥയുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തിയുമായിട്ടോ നമ്മളെ തന്നെ ബന്ധിപ്പിക്കുന്നതിനെയാണ് ഓം എന്ന് പറഞ്ഞാൽ. ഓ എന്ന് പറയുന്ന അർത്ഥത്തിന് അർത്ഥമുണ്ട്, എം എന്ന് പറയുന്ന ശബ്ദരൂപത്തിന് അർത്ഥമുണ്ട്. ഇതൊന്നും ഇപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ എം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ ഇംഗ്ലീഷിലെ എം എന്ന് പറയുന്ന അക്ഷരം മനസ്സിലോട്ട് വരും. ഓ എന്ന് പറയുമ്പോഴത്തേക്ക് ഇംഗ്ലീഷാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അത്, അല്ലെങ്കിൽ മലയാളത്തിലെ ഓ ആയിരിക്കും വരിക. ഈ ലിപികൾ കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ലിപികളല്ല ശ്രദ്ധിക്കേണ്ടത്, ഈ ശബ്ദരൂപമാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ചെവി കൊണ്ടാണ് അതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഓം നമഃ ശിവായ എന്ന് പറഞ്ഞാൽ, ഈ നമഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ രൂപങ്ങളൊന്നും ഉണ്ടാകാത്ത അവസ്ഥേനെയാണ് നമഃ എന്ന് പറയുന്നത്. നമ്മ് എന്ന് പറഞ്ഞാൽ പുതിയ രൂപമെന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് നാമം എന്നൊരു വാക്കുണ്ടാവുന്നത്. പുതിയതായിട്ടുണ്ടാകുന്ന രൂപം എന്നാണ് നാമം എന്ന് പറഞ്ഞാൽ. പുതിയതായിട്ടുണ്ടാകുന്ന രൂപം, അതാണ് നാമം. അതുകൊണ്ടാണ് നാമം എന്നുള്ള വാക്ക് പേരിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് എന്താ ഉദ്ദേശിക്കുന്നത്? പുതിയൊരു രൂപം. അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു ശബ്ദരൂപം കൊടുത്തിട്ട് ഒരു പേര് കൊടുക്കണം. സുരേഷ്, ഷഫീഖ്,
യോസഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നം എന്ന് പറഞ്ഞാൽ പുതിയ രൂപവും നമഹ് എന്ന് പറഞ്ഞാൽ പുതിയ രൂപമല്ലാത്ത അവസ്ഥയുമാണ്. എന്ന് വെച്ചാൽ പുതിയ രൂപങ്ങൾ ഉണ്ടാവാത്ത അവസ്ഥയാണ് നമഹ് എന്ന് പറഞ്ഞാൽ. ഇനി ശിവ് എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിൻ്റെ ഒരു ഫലത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന വിത്ത്. ആ വിത്ത് ഒരു അടിസ്ഥാന തത്വമാണ്. എന്ന് പറഞ്ഞാൽ വിത്തിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അത് ഉള്ളതാണ്. അപ്പോൾ പ്രകൃതിയിൽ നമുക്കുണ്ടാക്കാൻ പറ്റാത്തതും എന്നാൽ നാച്ചുറലായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്ന എലമെൻറ്റുകളോ അല്ലെങ്കിൽ വിത്ത്, ഇതിനെല്ലാം നമ്മൾ ശിവ് എന്നാണ് പറയുക. ഇപ്പം ഏകദേശം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓം നമഃ എന്ന് പറഞ്ഞാൽ പുതിയ രൂപങ്ങളില്ലാത്ത അവസ്ഥയുമായി ബന്ധിക്കൂ എന്നാണ്. അവിടെ എന്ത് ചെയ്യൂ? ശിവ് യാ, അതായത് അടിസ്ഥാന ഗുണത്തിൻ്റെ വിത്ത് പാകൂ എന്നാണ്. ഇത് അത്രയുള്ള അതിൻ്റെ അർത്ഥം. ഇതെന്താണ് ഇത് എന്തിനെ സംബന്ധിച്ചിട്ടാണ് അത് പറയുന്നത്? അതായത് സൃഷ്ടിഗുണം ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന ഗുരു ആ കുട്ടിക്ക് കൊടുക്കുന്ന ഉപദേശമാണത്. ഓം നമഃ ശിവായ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ധർമ്മമാണ് പുതിയ രൂപങ്ങൾ ഉണ്ടാകാത്ത അവസ്ഥയുമായിട്ട് ബന്ധിക്കൂ, അവിടെ അടിസ്ഥാന ഗുണം അല്ലെങ്കിൽ അടിസ്ഥാന ഗുണത്തിൻ്റെ വിത്ത് പാകും എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ മരങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് നമഃ സിറ്റുവേഷനാണ്. അവിടെ ശിവ് ചെയ്യുക. നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ യാതൊരു തരത്തിലുള്ള പുതിയ രൂപങ്ങൾ ഉണ്ടാകുന്ന വെച്ചാൽ ക്രിയേറ്റിവിറ്റി, മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ യാതൊന്നും പുതിയതായിട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലം. അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നാൽ നീ എന്ത് ചെയ്യുക? അവിടെ അടിസ്ഥാന ഗുണത്തിൻ്റെ വിത്ത് പാകുക. എന്തിൻ്റെ? അവിടെ എന്താണോ ലാക്കിയുന്നത് അതിൻ്റെ. ഇതാണ് ഓം നമഃ ശിവായ എന്ന് പറഞ്ഞാൽ അതിലെ ശബ്ദരൂപങ്ങൾ കൊണ്ടുള്ള അർത്ഥം അതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ്, കാരണം ഈ ലാംഗ്വേജ് സിസ്റ്റം മനസ്സിലായി വരുമ്പോഴേ പറ്റുള്ളൂ. പക്ഷേ ഇതാണ് അത് ഉദ്ദേശിക്കുന്നത്. നമഃ എന്നുള്ള വാക്ക് നമ്മ എന്താണെന്നും ആ ഹ് എന്നുള്ള വാക്ക് വരുമ്പോൾ അത് ആബ്സെൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓം നമഃ ശിവ് യാ എന്നാണ്. അപ്പോൾ ഇതൊരു സാധാരണ കാര്യമാണ്. അതേപോലെ മറ്റൊരു വാക്കാണ് ഓം നമോ നാരായണായ എന്ന് പറഞ്ഞാൽ. എന്താണ് നാരായണായ എന്ന് പറഞ്ഞാൽ? പുതിയ രൂപകൽപ്പനകൾ ചെയ്യുന്ന ബോധമാണ് നാരായം. പുതിയ രൂപകൽപ്പനകളെ കുറിച്ചിട്ടുള്ള ചിന്തയാണ് നാരായം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പേനയെ നാരായം എന്ന് വിളിക്കുന്നത്. അപ്പോൾ കാരണം പേന ഉപയോഗിച്ചിട്ടാണ് നമ്മൾ രൂപകൽപ്പനകൾ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കും. ഏതൊരു കാര്യം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മളൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കും. അതാണ് നാരായം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നാരായണായ എന്ന് പറഞ്ഞാൽ പുതിയ രൂപകൽപ്പനാ ബോധത്തെ ബന്ധിപ്പിച്ചുകൊണ്ട്, നമോ എന്ന് പറഞ്ഞാൽ പുതിയ രൂപങ്ങളെ ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. ഇതതിൻ്റെ സബ്സ്ട്രേറ്റ് ലെവലുള്ള ഗ്രാമറാണ്. ഇത് സംസ്കൃതമൊന്നുമല്ല. സംസ്കൃതമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. സംസ്കൃതമൊക്കെ പിന്നീട് ഈ വേദങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് നോക്കി കണ്ടുകൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു ഗ്രാമറാണ്. വേദങ്ങളൊക്കെ ഈ സബ്സ്ട്രേറ്റ് ലെവലുള്ള അക്ഷരങ്ങൾ കോമ്പിനേഷൻ കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ആൾക്കാർ ഇപ്പോൾ മനസ്സിലാക്കിയതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ കാര്യങ്ങളാണ്. അപ്പോൾ ഓം നമോ നാരായണായ ഇതൊരൊറ്റ ഫ്രേസാണ്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതറിയണമെന്നുണ്ടെങ്കിൽ സൃഷ്ടി തത്വങ്ങളെക്കുറിച്ച് അറിയണം. മനുഷ്യൻ സൃഷ്ടിക്കുമ്പോഴുള്ള പ്രോസസ്സുകൾ എന്താണെന്ന് അറിയണം. പുതിയ രൂപകൽപ്പനാ ബന്ധത്തിലൂടെ പുതിയ രൂപങ്ങളെ ഉണ്ടാക്കുന്ന ആ പ്രവൃത്തിനെയാണ് നമോ നാരായണായ എന്ന് പറയുന്നത്. അതുമായിട്ട് നീ നിന്നെ ബന്ധിപ്പിക്കുമെന്നാണ് ഓം നമോ നാരായണായ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മ എന്ന് പറഞ്ഞാൽ പുതിയ രൂപമാണെങ്കിൽ നമാ എന്ന് പറഞ്ഞാൽ പുതിയ രൂപത്തെ ഉണ്ടാക്കുന്നതാണ്. നമോ എന്ന് പറഞ്ഞാൽ പുതിയ രൂപം ഉണ്ടാക്കുക, പക്ഷെ അത് ഏത് വഴിയിലൂടെയാണെന്ന് കാണിക്കുന്നതാണ്. അതെന്താണ്? നാരായണായയിലൂടെ പുതിയ രൂപത്തെ ഉണ്ടാക്കുന്ന അവസ്ഥയിലോട്ട് നീ നിന്നെ ബന്ധിപ്പിക്കൂ. ഇത് ഒരു ഗുരു ശിഷ്യന് കൊടുക്കുന്ന ഉപദേശമാണ്. അടുത്തത് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള ഇതേ രീതിയിൽ തന്നെ നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള എന്താണ് ഒരു സ്ലോഗനാണ്, അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ.
ഈ ഉപദേശവും തൻ്റെ ശിഷ്യന് ഗുരു കൊടുക്കുന്ന ഉപദേശമാണ്. എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഇത് തൻ്റെ മുമ്പിൽ സൃഷ്ടികളെക്കുറിച്ച്, സൃഷ്ടി ഉണ്ടാക്കുന്നതിൻ്റെ 3 തരത്തിലുള്ള ഗുണങ്ങളുണ്ട്. ഇതിൽ പരിശീലനം നേടാൻ വരുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ഗുരു കൊടുക്കുന്ന ഉപദേശമാണ്. ഫൗണ്ടേഷൻ ഇത് ഏറ്റവും യൂണിവേഴ്സൽ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 ഉപദേശങ്ങളാണ്. ഒരു സൃഷ്ടി നടത്താൻ പഠിക്കുന്ന ഒരു കുട്ടി എപ്പോഴും ചിന്തിക്കേണ്ട, അറിയേണ്ട കാര്യമാണ്. പക്ഷെ അത് ശരിക്കും അത് എങ്ങനെയാണത് പറയേണ്ടത്? നമ്മൾ അസത്തോമ സദ്ഗമ എന്നാണ് പറഞ്ഞത്. ശരിക്കും അങ്ങനെയല്ല. അത് അസത്തെന്ന് പറഞ്ഞാലും സത്തെന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്, അല്ലാതെ സത്തില്ലാത്തത് എന്നല്ല. അഹ് സത് എന്നാണ് പറയേണ്ടത്. അഹ് സത് ഓമ സത് ഗമയ എന്നാണ്. ഈ അഹ്സത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യത്തെ മനസ്സിലാക്കുമ്പോൾ 3 ലെയറായിട്ടാണ് മനസ്സിലാക്കുക. ആ 3 ലെയറുകളെയാണ് നമ്മൾ സിദ്ധാന്തം എന്ന് പറയുന്നത്. സ് ധ ത് എന്ന് പറയും. അതായത് സ ത് ദ് എന്ന് പറഞ്ഞ 3 ലെവലുകളായിട്ടാണ് നമ്മൾ ഏതൊരു കാര്യത്തെയും മനസ്സിലാക്കുന്നത്. നമ്മൾ ബാഹ്യമായിട്ട് ഏതൊന്ന് കാണുമ്പോഴും അതിൻ്റെ ബാഹ്യതലമാണ്, അതിനെ ദ് എന്നാണ് പറയുക. അത് നമ്മളെല്ലാം നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ലെയേഴ്സ് ഉണ്ട്. അതിൻ്റെ ആന്തരികമായ കൺസ്ട്രക്റ്റുകളും പിന്നെ അടിസ്ഥാന തലത്തിൽ കിടക്കുന്ന അതിൻ്റെ പാറ്റേൺസുകളുമുണ്ട്. അതിന് രണ്ടിനെയും നമ്മൾ തീം സീം എന്നാണ് പറയുക. ആന്തരികമാണെങ്കിൽ ത്, അടിസ്ഥാനമാണെങ്കിൽ സ്. അപ്പോൾ നമ്മൾ ഏത് രൂപം കാണുമ്പോഴും അതിലെ സീം തീം ഒളിഞ്ഞാണ് ഇരിക്കുന്നത്, നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. ആ സ്റ്റേറ്റിനെയാണ് അഹ്സത്ത് ഓമ എന്ന് പറഞ്ഞാൽ ഒരു രൂപത്തിൻ്റെ അഹ്സത്ത്, ഒരു രൂപമായിരിക്കുന്ന അഹ്സത്തിലിരിക്കുന്ന ഒരു രൂപം എന്നാണ്. അതായത് സത്ത് ഒളിഞ്ഞിരിക്കുന്ന രൂപം. അതിൽ നിന്ന് സത്തിനെ കൊണ്ടുവരൂ. സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രൂപത്തെ നീ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ നിൻ്റെ ചുറ്റും ഒരു രൂപത്തെ കാണുമ്പോൾ അതിൻ്റെ ബാഹ്യതലം നീ എന്തായാലും അനുഭവിക്കും. പക്ഷേ അതിൻ്റെ ആന്തരികതയും അടിസ്ഥാന തലത്തിലുമുള്ള മെഷർമെൻറ്റുകളെക്കുറിച്ചും അതിൻ്റെ കണക്ഷൻസിനെ കുറിച്ചും മനസ്സിലാക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു കാര്യത്തെ വെറുതെ മുകളിൽ നിന്ന് ബാഹ്യതലം മാത്രം കണ്ടിട്ടല്ല പോകേണ്ടത്. അതിനെ നീ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്ത് അതിൻ്റെ ആന്തരിക തലവും അടിസ്ഥാന തലവും മനസ്സിലാക്കണം. അതിനെയാണ് ഈ സത്ത് എന്ന് പറഞ്ഞാൽ. ആ സത്ത് ഗമയ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരു കാര്യം പോയി കൊണ്ടുവരും എന്ന് പറയുന്ന അർത്ഥത്തിലാണ് അത് പറയുന്നത്. ഇതൊന്നും സംസ്കൃതമല്ല ഞാൻ സംസാരിക്കുന്നത്. സംസ്കൃതം എനിക്ക് അറിയാനേ പാടില്ല, സംസ്കൃതത്തിൻ്റെ ആവശ്യം പോലുമില്ല. ഇത് സബ്സ്ട്രേറ്റ് ലെവലുള്ള ലാംഗ്വേജിൽ ഓരോ ശബ്ദരൂപങ്ങൾക്കുള്ള അർത്ഥമാണ്. പക്ഷേ ഈ ശബ്ദരൂപങ്ങളുടെ അർത്ഥം നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നേച്ചറിൽ ഓരോ കാര്യം എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ആദ്യം അറിയണം. കാരണം നേച്ചറിൽ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിളുകളുമായിട്ടാണ് ഈ ശബ്ദരൂപങ്ങൾക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളത്. അല്ലാതെ ഇതൊരു ഭാഷയായിട്ട് പഠിക്കാൻ പറ്റില്ല. നേച്ചറിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ അവിടെ ഏതൊക്കെ ശബ്ദങ്ങളാണ് അവിടെ കോർഡിനേറ്റ് ചെയ്യപ്പെടുക എന്നുള്ള അറിയാൻ പറ്റുള്ളൂ. കാരണം ഇത് 2 ഇൻ്റർലിങ്ക്ഡ് ആണ്. അതായത് ഒരേ സമയം ശാസ്ത്രവും ഒരേ സമയം അത് സംസാര ഭാഷയുമാണ്. ഇത് രണ്ടിനെയും വേർതിരിക്കാൻ പറ്റില്ല. അതായത് തനിക്ക് ചുറ്റും നടക്കുന്ന ഇവിടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് അറിയുന്ന സ്ഥലത്ത് നിന്നിട്ട് മാത്രമേ ഇതിലെ ഓരോ ശബ്ദരൂപങ്ങൾ എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇന്ന സാധനത്തെ ഇന്ന പേരിട്ട് വിളിക്കാം, ഇന്ന സാധനത്തെ ഇന്ന പേരിട്ട്, അത് നമ്മൾ ഇന്ന് കാണുന്ന ഭാഷ അത് പൊളിയൂട്ടഡാണ്, അശുദ്ധമാണ്. അതാണ് ഒരേ സമയം അത് ശാസ്ത്രഭാഷ എന്ന് പറയുന്നതിൻ്റെ കാരണം എങ്ങനെയാണോ ലോകം ഇരിക്കുന്നത് അതിൻ്റെ കറക്റ്റ് ബ്ലൂ പ്രിൻ്റാണ് ഈ ശബ്ദരൂപങ്ങൾ, അതിൻ്റെ കോമ്പിനേഷൻ, ഗ്രാമർ. പക്ഷെ അത് സംസ്കൃതമൊന്നുമല്ല. സംസ്കൃതം അതിൻ്റെ അകത്തുനിന്ന് കണ്ടിട്ട് എന്തൊക്കെ ഉണ്ടാക്കിയെടുത്ത്, പക്ഷെ ഇപ്പോഴും അതിൻ്റെ ഏകദേശം ചില ഗ്രാമറുകളുടെ കൺസ്ട്രക്റ്റുകൾ അതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് മിസ് ചെയ്യുന്ന കുറേ ശബ്ദരൂപങ്ങളുണ്ട്, അതിലുപയോഗിക്കാത്ത ശബ്ദരൂപങ്ങളുണ്ട്. മനസ്സിലായോ? അപ്പോൾ എനിവേ, അല്ലെങ്കിൽ തമിഴ് എടുത്തു കഴിഞ്ഞാൽ തമിഴ് കുറേ കൂടി ചിലപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ എന്നാലും ഇതിനെപ്പറ്റി എല്ലാവരും മറന്നു പോയിരിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺസ്ട്രക്റ്റ് ഉണ്ടെന്നുള്ളത് എല്ലാവരും മറന്നു പോയിരിക്കുന്നു, അതിൽ നിന്നുള്ള കണക്ഷൻ വിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ റിലീജിയനും സ്പിരിച്വാലിറ്റിയൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം. ഈ ഒറിജിനൽ ഭാഷ കൈവിട്ട് പോയതുകൊണ്ട് കുറേ ആൾക്കാർ വന്ന് ഈ ഭാഷയിൽ നാച്ചുറൽ പ്രിൻസിപ്പിളുകളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ച ശബ്ദരൂപങ്ങളെ പിന്നീട് മറ്റെന്തോ അമാനുഷികതയും മറ്റുള്ള കാര്യങ്ങളും കൊടുത്തതാക്കിയാണെന്ന് ജനങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഈ ഭാഷ കൈവിട്ട് പോയി. അതുകൊണ്ടാണ് ഇതാണ് ഒറിജിനൽ ഭാഷ എന്ന് പറയുന്നത്. ഭാഷ എന്ന് വിളിക്കാൻ പോലും അതിനെ പറ്റത്തില്ല. അതൊരു കോഡിംഗ് ആണ്, സബ്സ്ട്രേറ്റ് ലെവലിലുള്ള കോഡിംഗ് ആണ്. അപ്പോൾ എനിവേ, ഇതാണ് അഹ്സത്ത് ഓമ സത്ഗമയ. രണ്ടാമത്തത് തഹ്മസ് ഓമ ജോ ജി ഓതിർ ഗമയ എന്നാണ് പറയുക. അതായത് തഹ്മസ് ഓമ
ജി ഒ തിർ ഗമയ എന്നാണ്. എന്താണത്? തഹ്മസ് എന്ന് പറഞ്ഞാൽ യാതൊന്നിൻ്റെയും കൺസ്ട്രക്റ്റിൻ്റെ ഭാഗമല്ലാതെ ഇരിക്കുന്ന ഒരു രൂപം. അതാണ് തഹ്മസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തഹ്മസിലിരിക്കുന്ന, ആ അവസ്ഥയിലിരിക്കുന്ന ഒരു രൂപം എന്നാണ് തഹ്മസോമ എന്ന് പറഞ്ഞാൽ. യാതൊന്നിൻ്റെയും കൺസ്ട്രക്റ്റുകളിലല്ലാതെ ഇരിക്കുന്നത്, ഒന്നിൻ്റെയും ഭാഗമല്ലാതെ ഇരിക്കുന്ന ഒരു വസ്തു. നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന ഒരു കല്ലായിക്കോട്ടെ, ഒരു പ്ലാസ്റ്റിക് കുപ്പി ആയിക്കോട്ടെ, ഒരു മരക്കഷ്ണം ആയിക്കോട്ടെ, തടിക്കഷ്ണം ആയിക്കോട്ടെ, ഉപയോഗമില്ലാതെ ഇരിക്കുന്നത്. അതിനെ എന്ത് കൊടുക്കൂ? ജ് കൊടുക്കൂ. എങ്ങനെ? ജി ഓ തിർ. തിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെയെങ്കിലും പ്രവർത്തനത്തെയോ സ്ട്രക്ചറിനെയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തിർ എന്ന് പറഞ്ഞാൽ. ആ തിർ എന്ന വഴിയിലൂടെ അതിനെ ഒരു ജ് ആക്കി മാറ്റൂ. ഇതാണ് തഹ്മസ് ഓമ ജി ഓ തിർ ഗമയ. ഗുരു എന്തുകൊണ്ടാണ് അത് പറയുന്നത്? നിന്റെ മുമ്പിൽ ഉപയോഗമില്ലാതെ ഇരിക്കുന്നതൊന്നുമില്ല. ഏത് വസ്തുവിനെയും നിനക്ക് ഗുണമാക്കി മാറ്റാം. ഇതാണ് ഗുരു ശിഷ്യന് കൊടുക്കുക. അതായത് ഉപയോഗമില്ലാതിരിക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് അതിനെ തിറ് കൊടുത്ത് അതിനെ ഒരു ഗുണരൂപമാക്കി മാറ്റൂ. ഇത് സൃഷ്ടിഗുണം പരിശീലിപ്പിക്കുന്ന ഒരു ഗുരുവിന് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഉപദേശമാണ്. കാരണം അത് മാത്രമേ ഭൂമിയിലുള്ളൂ, മറ്റൊന്നുമില്ല. ഇനി മൂന്നാമത്തത് മൃത്തി ഓ ഇർമ അഹ്മൃതം ഗമയ. അങ്ങനെയാണത് പറയേണ്ടത്. എന്തുകൊണ്ടാണ്? ഈ അഹ് എന്നുള്ള വാക്ക് അത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണ്. ഈ ഹ് എന്നുള്ള വാക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് കയ്യിൽ നിന്ന് വിട്ടുപോയി നമുക്ക്. അതുകൊണ്ട് ആ ഹ് ഒക്കെ വെട്ടിമാറ്റി നമ്മളിപ്പോൾ മൃതവും അമൃതവും അത് രണ്ടും രണ്ടാണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല. ആ എന്നുള്ള വാക്ക് ചേർത്തത് കൊണ്ട് ഒരു വാക്കും നെഗേഷൻ ആവില്ല. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഡിക്ഷണറിയിൽ നോക്കി ആ എന്ന് പറയുന്ന വാക്ക് വെച്ചിട്ടുണ്ടാക്കിയ എല്ലാ വാക്കുകളും നെഗേഷൻ ആവണം. അങ്ങനെ ആവില്ല. കാരണം ആ അല്ല നെഗേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ അല്ല അതിൻ്റെ ഓപ്പോസിറ്റ് ആക്കുന്നത്. അതിൻ്റെ ഉള്ള ശബ്ദരൂപം ഒന്ന് ഹായാണ്, പിന്നെ വേറെ ശബ്ദരൂപമുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത് അറിയാൻ പാടില്ലാത്തത്? കാരണം നാച്ചുറൽ പ്രിൻസിപ്പിളുകൾ അറിയത്തില്ല. നമ്മുടെ ഇവിടെ ചുറ്റും നടക്കുന്ന പ്രിൻസിപ്പിളുകൾ എന്താണെന്ന് അറിയത്തില്ല. ഹായ് എന്നുള്ള വാക്ക് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് നാച്ചുറൽ പ്രിൻസിപ്പിളുകൾ, നമുക്ക് ചുറ്റും നടക്കുന്ന നാച്ചുറൽ പ്രിൻസിപ്പിളുകളെ കുറിച്ച് ആർക്കും അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഈ ശബ്ദരൂപങ്ങളും ഈ ഉപയോഗിക്കുന്ന വാക്കുകളും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് അറിയാൻ പാടില്ലാത്തത്. അപ്പോൾ അതിലാണ് എന്താണ് മൃത്തി എന്ന് പറഞ്ഞാൽ. എല്ലാവരും വിചാരിക്കണം മരണമെന്നാണ്. മൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തുവിനെ രണ്ട് സൈഡിലോട്ട് വിഘടിപ്പിക്കുന്നതിനെയാണ് മൃത്ത് എന്ന് പറഞ്ഞാൽ. മൃത്തി എന്നാണ് പറയുക. അതിൽ രണ്ട് ഉണ്ട്. രണ്ട് ദിക്കുകളാണ് ഉദ്ദേശിക്കുന്നത്. മൃത്ത് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ നമ്മൾ വിഘടിപ്പിക്കുന്നതാണ്. വിഘടനത്തെയാണ് നമ്മൾ മൃതം എന്ന് പറയുന്നത്. അമൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? മൃതമുള്ള ഏത് വസ്തുവാണോ അതെല്ലാം അമൃതമാണ്. മൃതം അല്ലാത്ത വസ്തുവിനെ നമ്മൾ വിളിക്കേണ്ടത് അഹ്മൃതം എന്നാണ്. മൃതമല്ലാത്ത വസ്തു, അതാണ് അഹ്മൃതം. മൃതം എന്ന് പറഞ്ഞാൽ ആ വിഘടനത്തെ നമ്മൾ ഒരു നൗൺ പോലെ പറയുന്നതാണെങ്കിൽ, അമൃതം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിനെയാണ് വിളിക്കുക. ഏത്? മൃതമാകുന്ന ഒരു വസ്തു. അഹ്മൃതം എന്ന് പറഞ്ഞാലോ മൃതമാകാൻ പറ്റാത്ത, വിഘടിക്കാൻ പറ്റാത്ത വസ്തു. വിഘടിക്കാൻ പറ്റാത്തൊരു വസ്തു എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന ഗോൾഡിൻ്റെ അവസാനത്തെ ക്വാളിറ്റിയിൽ നമ്മൾ എത്തിച്ചാൽ പിന്നെ അതിനെ നമുക്ക് വിഘടിപ്പിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ അകത്തുനിന്ന് പിന്നെ അത് വിഘടിച്ചു പോകാനില്ല. അതിനെ എത്ര വെട്ടി മുറിച്ചാലും പിന്നെ ഗോൾഡ് തന്നെ കിട്ടത്തുള്ളൂ. കോപ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ കോപ്പർ എന്ന് പറയുന്ന സാധനത്തെ എത്ര വിഘടിപ്പിച്ചാലും പിന്നെ കോപ്പർ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അത് എന്തിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ കാര്യങ്ങളും, അസംസ്കൃതമായിട്ട് കിട്ടുന്ന എന്ത് കാര്യങ്ങൾ എടുത്താലും അതെപ്പോഴും പല കാര്യങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള രൂപത്തിലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇൻക്ലൂഡിങ് നമുക്ക് കുറേ ആശയങ്ങൾ നമ്മുടെ ഉള്ളിലോട്ട് വന്നാലും അത് പല കാര്യങ്ങളും ചേർന്നിട്ടായിരിക്കും ആശയങ്ങൾ ഇരിക്കുക. നമുക്ക് ഭൂമിയിൽ നിന്ന് നമുക്ക് എന്ത് അസംസ്കൃത വസ്തു കിട്ടിയാലും അത് പല കാര്യങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഇരിക്കുക. ഒരു ഫ്രൂട്ട് എടുത്താൽ എല്ലാം. അപ്പോൾ ഇതിൽ നിന്ന് ഇതിനെ വിഘടിക്കപ്പെടാൻ പറ്റാത്ത വസ്തുവിനെ കണ്ടെത്തൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശുദ്ധിയുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വിഘടിപ്പിക്കാൻ പറ്റില്ല. അതിനെ വിഘടിപ്പിച്ച് അതിൻ്റെ അകത്തുനിന്ന് വേറെ പൊല്യൂഷനൊന്നും കളയാനില്ല. അങ്ങനത്തെ സാധനത്തിനെയാണ് നമ്മൾ അഹ്മൃതം എന്ന് പറയുന്നത്.
കാരണം അത് പിന്നെ എറ്റേണലാണ്. അതിൻ്റെ അകത്തുനിന്ന് പിന്നെ ഒന്നും ലൂസ് ചെയ്യാനില്ല. അതാണ് ഞാൻ ഗോൾഡിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വിസ്കിയൊക്കെ, ഒറിജിനൽ വിസ്കി ഉണ്ടാക്കുന്ന എങ്ങനെയാണ്? പഴവർഗ്ഗങ്ങൾ വെച്ച് അത് നമ്മൾ കുറേ ദിവസം വെച്ച് പിന്നെ അത് ഡിസ്റ്റിൽ ചെയ്യും. ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ എസൻസാണ് ആ ആവി പോലെ വന്ന് ഈ മറ്റേ നമ്മൾ ശേഖരിക്കുന്നത്. ആ സാധനം നമ്മൾ പിന്നെ തിളപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, വീണ്ടും അത് തിളപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തു നിന്ന് എല്ലാം പോകും, എല്ലാം എയറായിട്ട് മാറും, കാരണം ഒന്നുമില്ല. അപ്പോൾ ആ സാധനമാണ്, എന്നുവെച്ചാൽ അത് ഗ്യാസിൻ്റെ ഫോമിലോട്ട് മാറും. അല്ലാതെ അതിൻ്റെ അകത്തുനിന്ന് പിന്നെ വേറെ നമുക്ക് അശുദ്ധി എന്ന് പറഞ്ഞ് കളയാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഏറ്റവും പ്യൂരിറ്റി ഉള്ള ഒരു സാധനമാണ് നമുക്ക് അതിലൂടെ എത്തുന്നത്. അപ്പോൾ ഈ വിഘടനത്തിലൂടെ മാത്രമാണ് നമുക്ക് ഏറ്റവും എസൻസ് ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആയുർവേദത്തിൽ അതാണ് ചെയ്യുന്നത്. ആയുർവേദത്തിൽ എന്താ ചെയ്യണം? പച്ചിലജാതികളെല്ലാം കൂട്ടിയിട്ട് അതിനെ തിളപ്പിച്ച് അതിൻ്റെ ഏറ്റവും എസൻസിനെയാണ് നമ്മൾ എടുക്കുന്നത്. അതിനെയാണ് അഹ്മൃതം എന്ന് പറയുന്നത്. പിന്നെ അത് വിഘടിച്ച് പോകുന്നില്ല. പിന്നെ അത് ഗ്യാസ് ഫോമിലോട്ടോ പിന്നെ അത് പിന്നെ മറ്റേ വെജിറ്റബിൾ ആയതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവുകയാണ് ചെയ്യുക. പക്ഷേ അതിൻ്റെ ഏറ്റവും എസൻസ് എന്ന് പറയുന്നത് അതിൽ അവശേഷിച്ച് വരുന്ന ആ എസൻസിനെ കണ്ടെത്തൂ എന്ന് പറയുന്നതാണ് അഹ്മൃതം. അപ്പോൾ ഇതെന്താണ്? മൃത്തി ഇർമ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ പ്രവർത്തനം കൊടുക്കുന്നതിനെയാണ് ഇർമ എന്ന് പറഞ്ഞാൽ, വൈബ്രേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഹീറ്റിലൂടെ കൊടുക്കുന്നതായിക്കോട്ടെ, ഏത് മെത്തേഡിലൂടെ ആയിക്കോട്ടെ, അതിലൂടെ പ്രവർത്തനം കൊടുക്കുമെന്നാണ്. പ്രവർത്തനത്തിലൂടെ വിഘടിപ്പിക്കില്ല. അതിൽ നിന്ന് അഹ്മൃതത്തെ കണ്ടെത്തും. വിഘടനത്തിലൂടെ മാത്രമേ അഹ്മൃതത്തെ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഓമ എന്ന് പറഞ്ഞിട്ട് മൂന്നിലും കാണാം. ഈ ഓമ എന്ന് പറഞ്ഞാൽ ഒരു രൂപത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഓയല്ല, മാ എന്ന് പറഞ്ഞ ഒരു രൂപം എന്നാണ് അർത്ഥം. അത് എന്ത് രൂപമാണെങ്കിലും, റോ മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ. അപ്പോൾ ഇത് ഒരു ശിഷ്യൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്? ആൽക്കമിയുടെ പ്രിൻസിപ്പിളാണ്. ഈ ആദ്യത്തെ അലോപ്പതി ഉണ്ടാക്കിയത് ആൽക്കമി എന്ന് പറഞ്ഞത് ഇതാണ്. ആൽക്കമീനെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അഹ്മൃതം ഉണ്ടാക്കുന്ന മെത്തേഡിനെയാണ് ആൽക്കമി എന്ന് പറയുന്നത്. അപ്പോൾ ആ വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഈ മൃത്യോർമ എന്ന് പറയുന്ന വഴിയാണ്. വിഘടനത്തിലൂടെ ഒരു രൂപത്തിലൂടെ പ്രഷർ കൊടുത്തിട്ടുള്ള വിഘടനത്തിലൂടെ അതാണ് ഓർമ്മപ്പെടുത്തുന്നത് കുട്ടീനെ. അങ്ങനെയാണ് ഒരു അഹ്മൃതത്തെ കണ്ടെത്തുന്നത്. ജിയാക്കി മാറ്റുന്നത് തിറിലൂടെയാണ് ജിയാക്കി മാറ്റുന്നത്. പിന്നെ അഹ്സത് ഓമ സത്കമയ എന്ന് പറഞ്ഞാൽ സത്തിനെയാണ് നീ മനസ്സിലാക്കേണ്ടത്. ഏതൊരു കാര്യത്തിൻ്റെ സത്തിനെ നീ മനസ്സിലാക്കണം. അതാണല്ലോ ആദ്യത്തെ കാര്യം. ഏതൊരു കുട്ടിയും സൃഷ്ടി ഗുണങ്ങൾ പഠിക്കുന്ന സമയത്ത്, സൃഷ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും മ്യൂസിക്കും മറ്റേതാണെന്ന്. ഭൂമിയിലെ സൃഷ്ടി മാത്രമേ ഉള്ളൂ. എല്ലാ മേഖലയും സൃഷ്ടിയുടെ മേഖലയും. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനെ നീ അതിൻ്റെ എന്ന് പറയുന്ന തലത്തെയും എന്ന് പറയുന്ന തലത്തെയും മനസ്സിലാക്കണം. അതാണ് ജ്ഞാനത്തിൻ്റെ തുടക്കം. രണ്ടാമത്തത്, നീ ക്രിയേറ്റീവായിട്ടുള്ള സ്റ്റുഡൻ്റാണ്. നിൻ്റെ മുമ്പിൽ ഒരു വസ്തു ഉപയോഗമില്ലാതിരിക്കുന്നില്ല. നിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പി പോലും നിനക്കൊരു പ്ലാസ്റ്റിക് കൂട് വെച്ചിട്ട് നിനക്കൊരു പൂന്തോട്ടം ഉണ്ടാക്കാം, അല്ലേ? അത് മനോഹരമാക്കി മാറ്റാം. ഒന്നും വേസ്റ്റ് ഇല്ല നിൻ്റെ മുമ്പിൽ. ഇതാണ് ആ കൊടുക്കുന്ന മെസ്സേജ്. മൂന്നാമത്തത്, ഏതൊരു കാര്യത്തെയും വിഘടനത്തിലൂടെ അതിൻ്റെ അകത്തുനിന്ന് വിഘടിക്കപ്പെടാൻ പറ്റാത്ത വസ്തുവിനെ കണ്ടെത്തണം. അപ്പം നമ്മുടെ മനസ്സിലോട്ട് ധാരാളം ആശയങ്ങൾ വരും. ഈ ആശയങ്ങൾ വന്നു കഴിയുമ്പോൾ അതെല്ലാം റോ മെറ്റീരിയൽസ് വരണം. ഇത് അതേപോലെ എടുത്ത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ ആശയങ്ങളെല്ലാം എഴുതി വെച്ച് നമ്മളത് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിനെ കൺസ്ട്രക്ട് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് വേണ്ടാത്ത സാധനങ്ങൾ മാറ്റി അവസാനം നമുക്ക് ചില സാധനങ്ങൾ നമ്മൾ കണ്ടെത്തും. അതിനെ പിന്നെ നമുക്ക് വിഘടിപ്പിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതാണ് അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് സാധനം. ഇനി അതിൻ്റെ അകത്തുനിന്ന് നമ്മളിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുത്താലും അതിൻ്റെ അതൊന്നും മാറ്റാൻ പറ്റില്ല. ഇതൊരു പ്രോസസ്സാണ്. ക്രിയേറ്റീവ് പ്രോസസ്സ് എന്താണെന്ന് അറിയുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ആ പ്രവൃത്തി നീ എപ്പോഴും ചെയ്തിരിക്കണം. എന്നാലേ ഒരു അഹ്മൃതത്തെ നിനക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് അതെപ്പോഴും ഏറ്റവും ശുദ്ധിയുള്ള രൂപത്തിലായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോപ്പിട്ട് കഴുകി ക്ലീനാക്കി കൊടുക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. എസ്തെറ്റിക് സെൻസിൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ ഈ 3 പ്രിൻസിപ്പിളും ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിളാണ്. ഇത് ഓരോ കുട്ടിയും തൻ്റെ സൃഷ്ടിഗുണം പരിശീലിക്കാനായിട്ട് ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഗുരു അന്ന് മുതൽ അവസാനം വരെ കൊടുക്കുന്ന 3 പ്രധാനപ്പെട്ട മെസ്സേജാണ്. ഒന്ന്, ഒരു കാര്യത്തെ മനസ്സിലാക്കേണ്ടത് എങ്ങനെ. 2, തനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് തൻ്റെ സൃഷ്ടിയിലോട്ട് കൊണ്ടുവരുത്തേണ്ടത്. മൂന്നാമത്തത്, സൃഷ്ടി നടത്തുമ്പോൾ
ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള രീതിയിലാക്കി മാറ്റണമെങ്കിലുള്ള മെത്തേഡ് മൃത്യോർമ്മ ആണ്. ഇത് ആണ് ഒറിജിനൽ കോണ്ടക്സ്റ്റ്. ഇതിനെയാണ് എടുത്തു വെച്ചിട്ട് സത്യത്തിൽ നിന്ന് തന്നെ സത്യത്തിലോട്ട് നയിക്കൂ, ഇരുട്ടിൽ നിന്ന് തന്നെ വെളിച്ചത്തിലോട്ട് നയിക്കൂ, മരണത്തിൽ നിന്ന് തന്നെ അമർത്യതയിലോട്ട്, മരണമില്ലാത്ത അവസ്ഥയിലോട്ട് നയിക്കൂ. ഇത് യാതൊരു ബന്ധവുമില്ല. ഇതിന് ഇങ്ങനെ ഒരു സാധനമേ ഇല്ല. ആരാ അസത്യത്തിൽ നിന്ന് സത്യത്തിലോട്ട് നയിക്കണം? വേറെ ആരെങ്കിലും വന്നിട്ട് നയിക്കുമോ? അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ട്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലോട്ട് നയിക്കാൻ നീ പുറത്തോട്ടിറങ്ങിയാൽ മതി. സൂര്യപ്രകാശം അപ്പുറത്തുണ്ടല്ലോ, റൂമിൻ്റെ അകത്തുനിന്ന് പൊളിത്തോട്ടിറങ്ങി, അല്ലെങ്കിൽ ലൈറ്റ് ഇട്ടാൽ പോരെ. മൃത്യോർമ്മ, അമൃതങ്ക, അതായത് മരണത്തിൽ നിന്ന് തന്നെ മരണമില്ലാത്ത അവസ്ഥയിലോട്ട് നയിക്കാൻ ആരാ നയിക്കുക? ഇതൊന്നും കോണ്ടക്സ്റ്റ് ഇല്ല. എന്തിൻ്റെ കോണ്ടക്സ്റ്റ് ഒന്നും ഇല്ല. കാരണം എന്താ? ഇതിൻ്റെ അകത്തുള്ള ശബ്ദരൂപങ്ങളെക്കുറിച്ച് ഐഡിയ ഇല്ല. അപ്പോൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുകയാണ്. അത് ഇതാണ്, മറ്റേതാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ. ഇത് ശരിക്കും നമുക്ക് എന്തുകൊണ്ടാണ് ഈ സൃഷ്ടിഗുണങ്ങളെക്കുറിച്ച് അറിയാത്തത്? നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം സൃഷ്ടിഗുണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഓരോ കുട്ടിയിലും ഉള്ള സൃഷ്ടിഗുണങ്ങളുണ്ട്. 3 അടിസ്ഥാന സൃഷ്ടിഗുണങ്ങളാണ് ഉള്ളത്. ഈ സൃഷ്ടിഗുണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല നമ്മുടെ എഡ്യൂക്കേഷൻ രീതി. മനുഷ്യരെ ഒരു സ്ഥാപനത്തിലെ അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രം ഓറിയൻറ്റ് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആർക്കും അറിയില്ല. ഓരോ കുട്ടിയും ജനിക്കുന്നത് പലതരത്തിലുള്ള ക്രിയേറ്റീവ് ഗുണങ്ങളോടുകൂടിയാണ്. അതാണ് ഒരു കുട്ടി പഠിക്കേണ്ടത്, അതാണ് ഒരു കുട്ടി ഡെവലപ്പ് ചെയ്യേണ്ടത്. അതാർക്കും അറിയില്ല. അപ്പോൾ അതിൻ്റെ തത്വങ്ങൾ അറിയില്ല, നമ്മുടെ നാച്ചുറൽ പ്രിൻസിപ്പിളുകൾ എന്താണെന്ന് അറിയില്ല, ഒരു കാര്യത്തെ എങ്ങനെയാണ് മനസ്സിലാക്കണമെന്ന് അറിയില്ല. എല്ലാം നമ്മൾ സ്കൂളിൽ പോകുന്നു, കുറേ പുസ്തകങ്ങൾ പഠിക്കുന്നു, മെമ്മറി ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഇൻ്റലിജൻ്റ് ആണെന്ന് പറഞ്ഞു നടക്കുന്നു, സർട്ടിഫിക്കറ്റ് ഇടുന്നു, എന്നിട്ട് നമ്മൾ എന്തോ ശാസ്ത്രം അറിയാമെന്ന് പറയണം, മണ്ടന്മാരെ പോലെ ജീവിക്കുന്നത്. ഇതാണ് നമ്മുടെ കടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രിൻസിപ്പിൾ, ഇപ്പോഴും നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നോക്കിക്കാണേണ്ട രീതി ഇതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു ഇവിടെ കൊണ്ട് നിർത്തി. ഇനി ഞാൻ മറ്റ് റിലീജിയനിലോട്ട് പോവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നോക്കുക, ഞാൻ ഓം നമഃ ശിവായ പറഞ്ഞു, ഓം നമോ നാരായണം എന്താണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ അക്സത്തോമ സദ്ഗമയ, തഹ്മസ് ഓമ ജി ഓ തിർ ഗമയ, മൃത്തി ഓ ഇർമ അഹ്മൃതം ഗമയ. മനസ്സിലായോ? ഇതിലെ പറയുന്ന ഈ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ അടുത്തൊരു മതത്തിൻ്റെ ഇത് പറയുന്ന സമയത്ത് ഇത് തമ്മിൽ ബന്ധം വരുന്നത് എങ്ങനെയാണെന്ന് പറയാം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ അഹ്സത്തോമ സദ്ഗമയ, അതായത് ഒരു കാര്യത്തിൻ്റെ സത്തിനെ എങ്ങനെയാണ് അറിയുക. ഈ സത്തിനെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആന്തരികമായ കൺസ്ട്രക്റ്റും അടിസ്ഥാനപരമായ കൺസ്ട്രക്റ്റുകളുമാണ്. അതായത് ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല എന്ന് എനിക്ക് അറിയാം. കാരണം ഇതെന്താണെന്ന് പോലും അറിയില്ല. അത് നിങ്ങൾ ഒരു മരത്തിന് നോക്കുമ്പോൾ ആ മരത്തിൽ 3 ലെയറായിട്ടാണ് മനസ്സിലാക്കുക. നിങ്ങളുടെ മുമ്പിൽ ഒരു കാർ ഇരുന്ന് കഴിഞ്ഞാൽ ആ കാറിനെ 3 ലെയറുകളായിട്ടാണ് മനസ്സിലാക്കുക. മനസ്സിലായി? അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഓർഡറിൽ പഠിച്ചിട്ടില്ല. നമ്മൾ ആ ഓർഡറിലല്ല പഠിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു ഓർഡറും ഇല്ലാതെ അവിടുന്ന് ഇവിടുന്ന് എന്തൊക്കെയോ പഠിച്ചിട്ട് ഇതിൻ്റെ ഓർഡർ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അത് കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പോൾ എന്നാലും നിരീക്ഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതായത് ഏതൊരു കാര്യത്തെയും നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 ഡയറക്ഷനിൽ നിന്ന് നോക്കണം. 1 അല്ല 2 അല്ല, പക്ഷേ 3 ഡയറക്ഷനിൽ നോക്കണം. ഇത് വളരെ യൂണിവേഴ്സൽ പ്രിൻസിപ്പിളാണ്. മനസ്സിലായോ? വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. ഇപ്പോൾ നമ്മൾക്ക് കാർട്ടേഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഒരു സാധനത്തിൻ്റെ കോർഡിനേഷൻ എടുക്കാൻ 3 ഡയറക്ഷനിൽ നിന്നാണ് നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത്. കാരണം അത് യൂണിവേഴ്സലാണ്. അത് ഈ 3 ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നതിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും. ഇനി വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു കടയിലോട്ട് ചെല്ലുമ്പോൾ പഴയ കടകളാണെങ്കിൽ അവിടെ ഒരു ത്രാസ് കാണും. ഈ ത്രാസിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിക്കുകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും 2 ദിക്കുകളാണ്. അല്ലെ, അപ്പുറത്തൊരു വെയിറ്റ് ഇപ്പുറത്തൊരു വെയിറ്റ്. അപ്പോൾ 2 ദിക്കുകളിലോട്ട് പോകുന്ന വെയിറ്റ് ആണെങ്കിൽ സെൻറ്ററിൽ മേളിലോട്ടൊരു ദിക്കുണ്ട്. ആ മേളിലോട്ട് നിൽക്കുന്ന ദിക്കാണ് ഇതിനെ 2നെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു 2 തൂക്കങ്ങളെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നില്ലേ, അതും 3ാമത്തെ ഡിറക്ഷനാണ്. 2 പോയിന്റ് 3ാമത്തെ ഡിറക്ഷൻ. അപ്പോൾ 3 ഡിറക്ഷൻസ് അവിടെ വന്നു. അപ്പോൾ ഏതൊരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു ആശയത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും, ഒരു വസ്തുവിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും, അല്ലെങ്കിൽ നമ്മൾ വസ്തുക്കളെ ബാലൻസ് ചെയ്യുന്നതിൻ്റെ കാര്യം വരുമ്പോൾ, ഇനി 2 വസ്തുക്കളുടെ ഗുണത്തെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്നാലേ 2ൻ്റെയും ഗുണത്തെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. മനസ്സിലായി? ഒരു ന്യൂട്രൽ പൊസിഷൻ എടുക്കണം. അതും ഒരു 3ാമത്തെ പോയിന്റാണ്. പിന്നെ 2 കാര്യങ്ങളെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത്, ഒരു കാര്യത്തെ മനസ്സിലാക്കുന്ന 3 ഡിറക്ഷൻസ്. ഇവിടെ എല്ലാം നിങ്ങൾക്ക് ഈ 3 എന്ന് പറയുന്ന ഡിറക്ഷൻസിനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, അതായത് ഒരു കാര്യത്തിൻ്റെ സത്ത് മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡാണ് ആക്ച്വലി വേറൊരു റിലീജിയനിൽ പറയുന്ന സ്ലോഗൻ.
പക്ഷെ അത് ഓൾറെഡി ഇപ്പുറത്തുണ്ട്, അതെല്ലാവർക്കും അറിയാതെ 3 എന്ന് പറയുന്ന ഡിറക്ഷൻ. പക്ഷെ അതാണ് അപ്പുറത്ത് കിടക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് ബന്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ആ പ്രിൻസിപ്പിളാണ് ഏതൊരു കാര്യത്തെയും ലോകത്ത് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കേണ്ട അടിസ്ഥാന പ്രിൻസിപ്പിൾ. അപ്പം അതെന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഡിറക്ഷന് വേണ്ടിയിട്ട് സബ്സ്ട്രേറ്റ് ലെവലിൽ പണ്ട് മുതൽ ഉപയോഗിക്കുന്ന വാക്ക് അല്ലെങ്കിൽ ശബ്ദരൂപം, നിങ്ങൾ അക്ഷരത്തെ മനസ്സിൽ കാണരുത്, ആൽഫബറ്റുകളെ കാണരുത്, മലയാളമായിട്ട് ഇംഗ്ലീഷ് ആയിക്കോട്ടെ. ലാ എന്ന് പറയുന്ന വാക്കാണ്. ലാ എന്ന് പറഞ്ഞാൽ ഡിറക്ഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു ഗുരു ശിഷ്യന് കൊടുക്കുന്ന ഉപദേശമാണ്, ആ ഡിറക്ഷനും ഈ ഡിറക്ഷനും അല്ല, ഈ ഡിറക്ഷനും ആ ഡിറക്ഷനും പിന്നെ മറ്റേ ഡിറക്ഷനും എന്ന് പറഞ്ഞാൽ ഈ ഡിറക്ഷൻ, ആ ഡിറക്ഷൻ, ആ ഡിറക്ഷൻ, 3 ഡിറക്ഷനിലൂടെ വേണം ഒരു കാര്യത്തെ സെൻറ്ററിൽ വെച്ച് നോക്കാൻ. കാർട്ടേഷ്യൻ കോർഡിനേറ്റ്സ് അടിസ്ഥാനം അതാണ്. മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഒരു 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 ചെടി വെക്കുകയാണെന്ന് വിചാരിച്ചു. ആ ചെടിയുടെ കറക്റ്റായിട്ടുള്ള ഒരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഒരു 3 ഡയറക്ഷനിൽ നിന്ന് നോക്കിയാൽ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഏറ്റവും കുറഞ്ഞതാണ് ഈ 3 ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഡയറക്ഷനിൽ നിന്ന് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഷേപ്പാണ് കാണുക. അപ്പം അത് തന്നെയാണ് അതിൻ്റെ രീതി എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, 3 സൈഡിൽ നിന്ന് തന്നെ അതിനെ അളക്കണം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഇത് കിട്ടും. ഇതൊരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണിത്, 3 ഡിറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിറക്ഷനും ആ ഡിറക്ഷനും അല്ല എന്ന് പറഞ്ഞാൽ 2 ലായാണ് അവിടെ വരിക. ഇൽ അൽ എന്ന് പറയും. അൽ ഇൽ അഹ് എന്ന് പറയും. അഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ അഹ് സോമ സത്കമ നിലക്കലെ ഹ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. ഹ് എന്ന് പറഞ്ഞാൽ ആബ്സെൻസിനെ കാണിക്കുന്നതാണ്. അഹ് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് വേണ്ട, അതായത് അഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേണ്ട, അതിനെ മാറ്റൂ എന്ന അർത്ഥമാണ്. അത് ആബ്സെൻസ് ആക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അവിടെ നിർത്ത് മാറ്റൂ നമ്മൾ പറയില്ലേ. അപ്പോൾ ലാ ഇൽ അഹ്, മനസ്സിലായോ? അങ്ങനെയല്ലേ? ലാ എന്ന് പറഞ്ഞാൽ ആ ഡിറക്ഷൻ, ഇൽ എന്ന് പറഞ്ഞാൽ ഈ ഡിറക്ഷൻ. ലാ ഇൽ അഹ്. പിന്നെയോ ഇൽ അൽ ലാ. 3 ലായാണ് അതിൻ്റെ അകത്തുള്ളത്. ഇൽ ഈ ഡിറക്ഷൻ, അൽ ആ ഡിറക്ഷൻ, ലാ മൂന്നാമത്തെ ഡിറക്ഷൻ. യൂണിവേഴ്സൽ പ്രിൻസിപ്പിളാണ്. പക്ഷേ ഇതിന് വേറെ എന്തെങ്കിലും മിസ്റ്റിക്കൽ അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല. ഈ 3 ഡയറക്ഷനോടെ നോക്കിയാൽ മാത്രമേ അക്സത്തോമ സത് ഗമയ ചെയ്യാൻ പറ്റുമോ. ഒരു കാര്യത്തിൻ്റെ സത്തിനെ മനസ്സിലാക്കണമെങ്കിൽ, അതിൻ്റെ ഇൻറ്റേർണൽ പ്രിൻസിപ്പിളും അടിസ്ഥാന പ്രിൻസിപ്പിളും മനസ്സിലാക്കണമെങ്കിൽ ഒരു കുട്ടി ഒരു കാര്യത്തെ നോക്കി പഠിക്കുമ്പോൾ 3 ഡയറക്ഷനിൽ നിന്ന് വേണം നോക്കി പഠിക്കാൻ, അല്ലാണ്ട് 2 ഡയറക്ഷനിൽ നോക്കരുത്. ആ ഗ്രേറ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് ലാ ഇൽ അഹ് ഇൽ അല്ലാ എന്ന് പറഞ്ഞാൽ. ഈ അക്ഷരത്തിന് അർത്ഥമുണ്ട്. നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിക്കണം, എന്തുകൊണ്ടാണ് കുറേ ലാ മാത്രം അതിൻ്റെ അകത്ത് വരുന്നതെന്ന്? ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ? എന്തുകൊണ്ടാണ് ലാ 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 എന്ന് പറഞ്ഞാൽ? എന്തിനാ ഈ ലായ്ക്ക് എന്താ പ്രത്യേകം? ലാ എന്ന് പറഞ്ഞാൽ ലൈൻ, ഡിറക്ഷൻ എന്നാണ് അർത്ഥം. അതിന് വേണ്ടിയിട്ടുള്ള ശബ്ദരൂപമാണത്. പക്ഷേ ഈ ലാംഗ്വേജ് എല്ലാം വെളിയിൽ വരും. അതിന് കുറച്ച് നാൾ കൂടി എടുക്കും. അപ്പോഴത്തേക്ക് ലാംഗ്വേജ് ഒക്കെ വെളിയിൽ വരും. ഈ ഒറിജിനൽ ലാംഗ്വേജ് വരാനായിട്ടുള്ള സമയമായി. അത് വരും. കാരണം ഇത് യൂണിവേഴ്സൽ ഇതാണ്, ഒറ്റ ഇതാണ്. അതിൻ്റെ എന്താ പറയുക, ദ പ്രൈം ലാംഗ്വേജ് ആണ്. ഇതങ്ങനെ എന്നും ഒളിഞ്ഞിരിക്കാൻ പറ്റില്ല. ഇതെന്താണെങ്കിലും പുറത്തു വരുമല്ലോ. അതിനുള്ള വരാനുള്ള സമയമായി. അപ്പോൾ ഇതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇതും ആരാണ് കൊടുക്കുക? ഒരു ഗുരു ശിഷ്യന് കൊടുക്കുന്ന ഉപദേശമാണ്. മനസ്സിലായോ? കാരണം ഈ സൃഷ്ടി ഗുണങ്ങൾ ഓരോ കുട്ടിയും ജനിക്കുന്നത് ഓരോ തരത്തിലുള്ള സൃഷ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള ബോധം ഒരു കാലഘട്ടത്തിൽ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോവുകയും ആ സാഹചര്യത്തെ മുതലെടുക്കാൻ വേണ്ടി വന്ന ആൾക്കാർ അതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതുപോലുള്ള ഉപദേശങ്ങളും ഇതുപോലെ സൃഷ്ടി ഗുണങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളും നമ്മുടെ ചുറ്റും കാണുന്ന പ്രതിഭാസങ്ങളെ വിളിച്ചുകൊണ്ടിരുന്ന പേരുകളെയും കുറേ ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്തു? അവർ വേറൊരു സാധനമാണെന്നും പറഞ്ഞ് അവതരിപ്പിച്ചതാണ്. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇത് ഇത്തിരി മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടി ഈ ലോകത്തെ എങ്ങനെയാണോ ദർശിക്കുന്നത്, അതായത് അതിൻ്റെ സിദ്ധാന്തം, അതായത് അതിൻ്റെ സീത്തലവും തീത്തലവും ദീത്തലവും, ഇതിനെ ആ കുട്ടി എങ്ങനെ മനസ്സിലാക്കുന്നത്? ആ കുട്ടി തന്നെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ആ കുട്ടി പോയി അതിൻ്റെ ദീത്തലം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു.
അതിനുശേഷം അതിൻ്റെ ആന്തരിക തലത്തിൽ പോയി, ആന്തരിക തലം എന്ന് ഉദ്ദേശിക്കുന്നത് മെഷർമെൻറ്റുകളാണ്. അതായത് ആ രൂപമായിരിക്കുന്നതിൻ്റെ, ആ വസ്തുവായിരിക്കുന്നതിൻ്റെ മെഷർമെൻറ്റുകൾ, മറ്റേ മെഷർമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനമുണ്ടെങ്കിൽ പ്രവർത്തനത്തിൻ്റെ എന്തൊക്കെ മെഷർമെൻറ്റുകൾ, അതിൻ്റെ പിന്നെ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റുകൾ, ഈ തലത്തെയാണ് നമ്മൾ ത് എന്ന് പറയുന്നത്. സ് എന്ന് പറഞ്ഞാൽ അതിലുപയോഗിച്ചിരിക്കുന്ന ഓരോ അടിസ്ഥാന വസ്തുക്കൾ അത് പ്രകൃതിയിൽ നിന്ന് വരുന്നതാണ്. ആ വസ്തുക്കളും പ്രകൃതിയിൽ നിന്നുള്ള ബന്ധവും ഇതിൻ്റെ അകത്ത് ഈ പ്രവർത്തനം നടക്കാൻ, ഈ സ്ട്രക്ചറിൽ ഇങ്ങനെ ആയിരിക്കാനും കാരണമായിട്ടിരിക്കുന്ന പ്രകൃതിയിലെ നാച്ചുറൽ പ്രിൻസിപ്പിളുകളുമാണ് സ് തലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഒരു കുട്ടി മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ആ കുട്ടി തന്നെയാണ് അതിനെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആരാണ് ഇതിനെല്ലാം കാണുന്നത്? ആ ഒരു വസ്തുവിനെ കാണുന്ന ആരാണ്? ഓരോ കാര്യത്തെയും മനസ്സിലാക്കേണ്ട കാണുന്ന ആ കുട്ടിയാണ് കാണുന്നത്, അല്ലേ? ആ കുട്ടിയാണ് തൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ അതിനെ അനുഭവിക്കേണ്ടത്. ഇനി അങ്ങനെ അനുഭവിക്കുന്നത് എന്താണ്? അതാണ് ആ സത്ത് എന്ന് പറഞ്ഞാൽ, അല്ലേ? നേരത്തെ പറഞ്ഞില്ലേ അസത്തോമ സത്ത്. ആ സത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുട്ടി എന്താണോ പോയി അളന്ന് മനസ്സിലാക്കുന്നത് അത് തന്നെ എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു കാർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓരോ സ്ഥലങ്ങളിലുള്ള ഓരോ സാധനങ്ങളുടെയും മെഷർമെൻറ്റും കാര്യങ്ങളും എടുക്കാനായിട്ട് 10 കുട്ടികളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ 10 കുട്ടികളും പോയിട്ട് മെഷർമെൻറ്റ് ടൂൾ വെച്ചിട്ട് അവർ മെഷർ ചെയ്ത് വരുമ്പോൾ എക്സാക്റ്റ് ആയിരിക്കും, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ കണക്കൂട്ടാൻ കഴിവ് കുറഞ്ഞ ഒരാളുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ 10 കുട്ടികളും ഈ കാറിൻ്റെ ഓരോ സ്ഥലത്തെയും മെഷർമെൻറ്റുകൾ കൃത്യമായിട്ട് എടുക്കാൻ പറഞ്ഞാൽ അവർ 10 തരത്തിലല്ല എടുക്കുക, ഒറ്റ തരവേ അതിനുണ്ടാവുള്ളൂ. അപ്പോൾ ആ തലത്തെ ആരാണ് കാണുന്നത്? ആ കുട്ടിയാണ് കാണുന്നത്. ആ തലത്തെ ആരാണ് കാണുന്നത്? ആ കുട്ടിയാണ് കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ എന്തായി? സത്തെന്നായി. അപ്പോൾ ആരാണ് ഇതെല്ലാം കണക്ട് ചെയ്ത് മനസ്സിലാക്കുന്നത്? ഞാൻ. ഇനി ഞാൻ ആ മനസ്സിലാക്കുന്ന എന്തിനാണ് മനസ്സിലാക്കുന്നത്? സത്തിനെ. മനസ്സിലായി? ആ ഞാൻ മനസ്സിലാക്കുന്ന എന്താണ്? അതാണ് ആ സത്ത് എന്ന് പറഞ്ഞാൽ. ഞാൻ എന്താണോ അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കിയെടുക്കുന്നത് അതാണല്ലോ സത്ത്. നമ്മൾ നേരെ അസത്തോമ സത്കമേൽ പറഞ്ഞ പോലെ. ഇനി ഞാൻ ആ മനസ്സിലാക്കിയത് എന്താണോ, ഈ ലോകത്തിൽ ഞാൻ ഓരോ വസ്തുക്കളെ കുറിച്ചിട്ടും അതിൻ്റെ സത്തിനെ അല്ലെങ്കിൽ അതിൻ്റെ ദീനെയോ സീനോ നാം മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ അടുത്ത അറിവിലോട്ടും അല്ലെങ്കിൽ നേരത്തെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് പുതിയ എന്തെങ്കിലും ഒരു സാധനം ഞാൻ ഉണ്ടാക്കി ചെയ്യുന്നത്, സൃഷ്ടി നടത്തുന്നത്. മനസ്സിലായോ? അതായത് ഞാൻ നേരത്തെ അറിഞ്ഞ ഗുണങ്ങളെ പരസ്പരം കമ്പൈൻ ചെയ്തിട്ടാണ് പുതിയൊരു ഗുണത്തെ ഉണ്ടാക്കുന്നത്. അതിനാണ് ജി എന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ നേരത്തെ ജിയോതിറിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ജി കൊടുക്കുന്നത് ഞാൻ നേരത്തെ അറിഞ്ഞ, ഞാൻ തന്നെ അറിഞ്ഞ മറ്റേ ഗുണങ്ങളെക്കുറിച്ചിട്ടുള്ള സത്തിൽ നിന്നാണ്. അതിൻ്റെ അടിസ്ഥാന തലവും അതിൻ്റെ ആന്തരിക തലത്തെക്കുറിച്ചിട്ടുള്ള നേരത്തെ അറിഞ്ഞ കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ പുതിയൊരു സാധനത്തെ, ഒരു ജീവനെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ പുതിയൊരു അറിവ് തേടാനായിട്ട് പോകണമെങ്കിലും എൻ്റെ പഴയ അറിവുകളിൽ നിന്നിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാം. ആരാണ് ഇത് അനുഭവിക്കുന്നത്? ഞാൻ. ആരാണ് ഈ സത്ത് മനസ്സിലാക്കുന്നത്? അതിൻ്റെ അടിസ്ഥാനവും ഞാൻ തന്നെ. ഇനി ആ അറിഞ്ഞ സത്താണ് എൻ്റെ വഴിയായി മാറുന്നത്. വഴിയെന്ന് പറഞ്ഞാൽ എന്താ? ആ സ്ഥലത്ത് നിന്നിട്ട്, ആ അറിവിൽ നിന്നുകൊണ്ടാണ് ഞാൻ പുതിയൊരു കാര്യത്തെ ഉണ്ടാക്കുന്നതും ഇനി പുതിയൊരു അറിവ് തേടുന്നതും. അപ്പോൾ അത് ഞാൻ നിൽക്കുന്ന തലം തന്നെയാണ്, ആ വഴി തന്നെയാണ്. അവിടെ നിന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ജീവ് ചെയ്യുന്നത്. ജീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ ഗുണത്തെ കൊടുക്കുക. ഇതെല്ലാം കൂടി ഒരുമിച്ച് വായിച്ചാൽ എന്തായി? യു ആർ ദ ലൈറ്റ്. ഈ ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ലിറ്ററൽ മീനിങ് ആണ്. നീയാണ് കാണുന്നത്, അനുഭവിക്കുന്നത്. ഈ ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രകാശം എന്നുള്ള രീതിയിലല്ല അത് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഒറിജിനൽ സബ്സ്ട്രേറ്റ്. ഇത് ഒരു ശിഷ്യന് കൊടുക്കുന്ന ഉപദേശമാണ്. നീയാണ് കാണുന്നത്, നീ കാണുന്നതാണ് സത്ത്. ആ സത്താണ് നിൻ്റെ വഴി. ആ വഴിയിൽ നിന്നാണ് നീ ജീവ് ചെയ്യുന്നത്, പുതിയ ഗുണത്തെ കൊടുക്കുന്നത്. ഇത് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന നാച്ചുറൽ പ്രിൻസിപ്പിളാണ്. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇപ്പം അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തി എന്തിനാണ് വന്ന് അങ്ങനെ എല്ലാവരെയും ഓർമ്മിപ്പിച്ചത്? കാരണം ഇതിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനാണ് കാണുന്നത്. എല്ലാവർക്കും അറിയാം ഞാനാണ് കാണുന്നത്. പക്ഷേ ഞാനാണ് ആ സത്യത്തെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഞാനാണ് അതോറിറ്റി. ആ സത്തിനെ മനസ്സിലാക്കിയെടുക്കേണ്ട അതോറിറ്റി ഞാനാണ്. പക്ഷേ ഒരു കാലഘട്ടം എത്തുമ്പോൾ മനുഷ്യരെല്ലാവരും തങ്ങൾ നേരിട്ട് മനസ്സിലാക്കേണ്ട സത്തിന് പകരം ഏതെങ്കിലും അധികാരവർഗമോ അല്ലെങ്കിൽ വേറെ ഭൂരിപക്ഷമോ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചിട്ട് ജീവിക്കാൻ തുടങ്ങും. അങ്ങനെ ജീവിച്ചു കഴിയുമ്പോൾ പിന്നെ ആ കുട്ടി
നിൽക്കുന്ന വഴി എന്ന് പറയുന്നത് ഭൂരിപക്ഷം പറയുന്നതിൻ്റെ, അധികാരം പറയുന്നതിൻ്റെ വഴിക്കകത്താണ് നിൽക്കുന്നത്. അല്ലാണ്ട് തൻ്റെ അനുഭവ ബോധ്യമല്ല, താൻ നേരിട്ട് മനസ്സിലാക്കിയ സത്തിലല്ല, മറിച്ച് അന്യൻ്റെ തലച്ചോറിൻ്റെ അകത്ത് അവനിരിക്കുന്നത്. ഒരധികാരത്തിൻ്റെയോ ഭൂരിപക്ഷത്തിൻ്റെയോ തലച്ചോറിൻ്റെ അകത്താണ് കയറിയിരിക്കുന്നത്. അവന് സ്വന്തം വഴിയില്ല. അപ്പം അവിടെ നിന്നിട്ട് അവൻ പുതിയ കാര്യത്തിലോട്ട് അന്വേഷിക്കാൻ പോകുമ്പോഴും ഇങ്ങനെ ഭൂരിപക്ഷ അധികാരം ഉണ്ടാക്കുന്ന മണ്ടനാശയങ്ങളുണ്ടെങ്കിൽ ആ മണ്ടനാശയങ്ങളായിരിക്കും. ഈ മണ്ടത്തരവോ അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, മനുഷ്യനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആശയങ്ങൾക്കകത്താണ് നിൽക്കുന്നതെങ്കിൽ നമ്മളറിയാതെ നമ്മൾ ഇരകളായി മാറും. മനസ്സിലായി? അപ്പം മനുഷ്യർ ഇരകളായി മാറുന്നു എന്ന് കണ്ടപ്പോൾ ഒരു മനുഷ്യൻ വന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഇങ്ങനെയല്ല, യു ആർ ദ ലൈറ്റ്, യു ആർ ദ ട്രൂത്ത്, യു ആർ ദ വേ ആൻഡ് യു ആർ ദ ജീവ് എന്നൊരാൾ വന്ന് ഓർമ്മിപ്പിക്കണം. അല്ലാതെ നിങ്ങൾ മറ്റുള്ളവൻ പറയുന്നത് കേട്ടിട്ടല്ല ജീവിക്കേണ്ടത് എന്ന് ഒരാൾ വന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സിലായി? അപ്പോൾ ഒരു സമൂഹത്തിന് ഒരാൾ വന്ന് ഓർമ്മിപ്പിക്കുന്നത് പോലെ ഒരു ഗുരു തൻ്റെ ശിഷ്യനും കൊടുക്കുന്ന ഉപദേശം എന്താണ്? നീ നാട്ടുകാർ അധികാരം പറയുന്നത് കേട്ടിട്ടല്ല ഒരു കാര്യം സത്യമാണെന്ന് പറയേണ്ടത്. നീയാണത് അനുഭവിക്കുന്നത്, നീയാണ് ആ സത്തിനെ മനസ്സിലാക്കുന്നത്. ആ സത്താണ്, നീ മനസ്സിലാക്കുന്ന സത്തായിരിക്കണം നിൻ്റെ വഴിയാവണത്. ആ വഴിയിൽ നിന്നിട്ടാണ് നീ പുതിയ ഗുണങ്ങളെ കൊടുക്കുന്നത്, പുതിയ അറിവിനെ തേടുന്നതും. ഇതൊരിക്കലും നീ മറക്കരുത്. നീയാണ് നിൻ്റെ അതോറിറ്റി. നീ എങ്ങനെയാണോ ഒരു കാര്യത്തെ പഠിച്ച് മനസ്സിലാക്കുന്നത്, അതുപോലെ തന്നെ ഈ ലോകത്തുള്ള എല്ലാവർക്കും സാധിക്കത്തുള്ളൂ. മനസ്സിലായോ? ഇത് ഒരാൾ വന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ്. അപ്പോൾ എന്ത് ചെയ്തു? ചിലവന്മാർ വന്നിട്ട് ഈ പറഞ്ഞവനെ പിടിപ്പിച്ചിട്ട് എന്താക്കി മാറ്റി? ഹീ ഈസ് ദി വേ, ഹീ ഈസ് ദ ലൈറ്റ്, ഹീ ഈസ് ദി ട്രൂത്ത്, ഹീ ഈസ് ദി വേ ആൻഡ് ഹീ ഈസ് ദി ജീവ് എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? അതാരാ ചെയ്ത്? ഇത് ഓരോ വ്യക്തിയും തൻ്റെ തന്നെ അതോറിറ്റി ആകാൻ വേണ്ടി പറഞ്ഞാണ്. കാരണം എനിക്ക് മാത്രമേ ഒരു കാറിൻ്റെ മെക്കാനിസം പോയിട്ട് ഞാൻ അതിനകത്തുനിന്ന് എടുത്ത് മനസ്സിലാക്കുന്ന അളവാണ് ഞാൻ കാണുന്ന സത്യം. പക്ഷേ എല്ലാ മനുഷ്യരും മനസ്സിലാക്കുമ്പോൾ അത് തന്നെയായിരിക്കും അതിൻ്റെ അകത്തുനിന്ന് അളന്നെടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴും ഞാൻ നിൽക്കേണ്ടത് എൻ്റെ അതോറിറ്റിയിൽ തന്നെയാണ്. ഓരോ വ്യക്തിയും നിൽക്കേണ്ടത് അവനവൻ്റെ സത്യത്തെ അറിയുന്ന അതോറിറ്റിയിലാണ് നിൽക്കേണ്ടത്. അല്ലാണ്ട് കുറേ പുസ്തകങ്ങൾ വായിച്ച് പഠിച്ച്, കുറേ പാരമ്പര്യ പുസ്തകങ്ങൾ വായിച്ച്, അല്ലെ കുറേ ശാസ്ത്ര പുസ്തകമൊന്നും പറഞ്ഞ് വായിച്ച് അവിടെ ഇവിടെ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ട്, എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും നേരിട്ട് കാണാൻ പറ്റത്തുമില്ല, അനുഭവിക്കാൻ പറ്റത്തുമില്ല. അതല്ല ശരിയായ വഴി. യു ആർ ദ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് നിനക്ക് ഈ ലോകത്തെ അറിയാൻ പറ്റുള്ളൂ. അതാണ് ആ പ്രകാശം. നീയാണ് പ്രകാശം. എന്തിൻ്റെ? കാരണം നിനക്ക് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുന്നത് നീ തന്നെയാണ്. അതിൽ നിന്നാണ് നീ സത്തിനെ മനസ്സിലാക്കുന്നത്. ആ സത്ത് നീ തന്നെയാണെന്ന് പറഞ്ഞാൽ സത്യം നീയാണെന്നല്ല, അതിൻ്റെ അതോറിറ്റി നീയാണെന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് വേറൊരാൾ വന്നിട്ട് എൻ്റെ മുമ്പിൽ ഒരു മാങ്ങ ഇരിപ്പുണ്ട്, ഞാൻ സംശയിച്ച് നിൽക്കുന്നത് മാങ്ങ തന്നെയാണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് കഴിച്ചു നോക്കി, എല്ലാം നോക്കിയാൽ, പക്ഷേ എന്നിട്ട് എനിക്ക് വിശ്വാസമില്ല. ഒരു കോട്ടിട്ട സയൻറ്റിസ്റ്റ് വന്നിട്ട് പറയണം, കുറച്ച് പരീക്ഷ നടത്താം, ഇത് മാങ്ങയാണ് കഴിച്ചോ എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് ഇപ്പോൾ സമൂഹം എത്തിയിട്ടുണ്ട്. അതായത് തൻ്റെ മുമ്പിൽ കാണുന്ന കാര്യം പോലും വിശ്വസിക്കാൻ പറ്റാത്ത, അതായത് അതുപോലും മാങ്ങയാണെന്ന് തിരിച്ചറിഞ്ഞ് അതോറിറ്റിയോടുകൂടി ഇത് മാങ്ങയാണ് എന്ന് പറയുന്ന അതോറിറ്റി ഇന്ന് മനുഷ്യർക്കില്ല. ഇന്ന് ഒരു സയൻറ്റിസ്റ്റ് വരണം, സയൻറ്റിസ്റ്റ് ഒന്ന് പരീക്ഷിക്കണം, എന്നിട്ട് നമ്മുടെ മുമ്പിൽ പരീക്ഷ നടത്താം, ഇത് മാങ്ങയാണ് കഴിച്ചു എന്ന്. ഇതൊന്നും അറിയാൻ മേലാത്തൊരു കുട്ടി വന്നിട്ട് മണത്തെടുത്തിട്ട് അച്ഛാ ഇത് മാങ്ങയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ കഴിക്കും. അവന് പ്രശ്നമില്ല. പക്ഷേ നിൻ്റെ തലച്ചോറിൽ ആ പ്രശ്നമായി. നിനക്കിപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് വന്ന് പറയണം, ഇത് മാങ്ങയാണ്, ഇത് തേങ്ങയാണ്, ഇത് ചക്കയാണ്, ഇത് മറ്റേതാണെന്ന് പറയണം. ആ അവസ്ഥയിലോട്ട് മനുഷ്യരിന്ന് എത്തി. അന്നത്തെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിലോട്ട് ഇപ്പോഴും എത്തി. കാരണം നിനക്ക് നിൻ്റെ അതോറിറ്റി ഇപ്പോൾ ഇല്ല. നിന്നോട് ഇപ്പുറത്ത് ശാസ്ത്രത്തിൻ്റെ ആൾക്കാർ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞ് നീ ജീവിക്കുകയാണ്. എന്നാൽ നീ ഇത് പോയിട്ട് ചോദിക്കുന്നില്ല, എന്നെ ഒന്ന് കാണിച്ചു തരാൻ. ഇപ്പുറത്ത് പ്രപഞ്ച സൃഷ്ടാവുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിച്ച് ജീവിക്കണം. നീ അവരോട് പോയി ചോദിക്കുന്നില്ല, ഇതെന്നാ അയാളൊന്ന് കാണിച്ചു തരാൻ. ഒരു ചോദ്യമില്ല. ഇവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ട്, അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ട്. അപ്പം എന്താണ്? നീ നിൻ്റെ സത്യത്തിലല്ല, നീ ജീവിക്കുന്നത് അന്യൻ്റെ അവകാശബോധവാദത്തിലാണ്. അന്യൻ്റെ അനുഭവ അവകാശവാദം. അതാണ് അന്യൻ അനുഭവിച്ചു എന്ന് പറയുന്ന ഒരു അവകാശവാദമാണ് അവരിറക്കുന്നത്. ഇങ്ങനെ ഒരു പ്രപഞ്ച സൃഷ്ടാവുണ്ട്, അല്ലെങ്കിൽ ഇപ്പുറത്ത് മറ്റേ ഞാൻ ക്വാണ്ടം ഫിസിക്സിൻ്റെ ഒരു സാധനമുണ്ട്, അതിങ്ങനെയൊക്കെയാണ്. ഇത് അവരുടെ ഒരു വാദമാണ്. ഈ വാദം കേട്ടിട്ട് അതിനോട് ചോദ്യങ്ങൾ ചോദിച്ച് നേരിട്ട് കാണിച്ചു തരാൻ പറയേണ്ടതിന് പകരം, അപ്പം നിനക്ക് നേരിട്ട് കാണാം, അതിന് പകരം ഇതൊക്കെ ഇങ്ങനെയാണ്, ഇതൊക്കെ ഇങ്ങനെയുണ്ട്,
എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അവസ്ഥയിലോട്ട് എത്തുന്നത് അപകടത്തിലോട്ടാണ് കൊണ്ടുപോകുക. ഒരു സൊസൈറ്റിയെ മുഴുവൻ ഡിസ്ട്രോയ് ചെയ്യുന്ന കാര്യമാണ് അവനവൻ്റെ അതോറിറ്റി നഷ്ടപ്പെടുന്നത്. ഈ അതോറിറ്റി നഷ്ടപ്പെടുന്ന ഒരു സമയം എത്തുമ്പോൾ ഇപ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് എല്ലാ ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളിങ്ങനെ ഈ നാട്ടുകാർ പറയുന്നത് കേട്ട് ജീവിക്കല്ലേ, ഒരാളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ പോയിട്ടത് നോക്കൂ അതുണ്ടോ ഇല്ലേ എന്ന്. അങ്ങനെ ഓരോ വ്യക്തിയോടും പറയണം, നിങ്ങൾ പോയി അത് പരീക്ഷിച്ച് നോക്കൂ, അല്ലാതെ ഇങ്ങനെ അധികാരവർഗവും മെജോറിറ്റിയും പറയുന്ന കാര്യം കേട്ടിട്ട് ജീവിക്കല്ലേ. കാരണം അത് അവർ ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിലോട്ട് നിങ്ങൾ തിരിച്ചു പോകൂ, നിങ്ങളുടെ സ്വന്തം അതോറിറ്റിയിലോട്ട് തിരിച്ചു പോകൂ. കാരണം ഈ ഭൂമിയിലുള്ളതെല്ലാം സിമ്പിൾ പ്രിൻസിപ്പിളാണ്, വളരെ സിമ്പിൾ പ്രിൻസിപ്പിളാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിൾ പ്രിൻസിപ്പിളാണ്. പക്ഷേ എന്തുകൊണ്ടത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മളുടെ തലച്ചോറ് വർക്ക് ചെയ്യണതിന് ഒരു മെത്തേഡുണ്ട്, അതിനെ ഡിസ്ട്രോയ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. അത് ഡിസോർഡറിലാക്കി കളഞ്ഞു. ഈ ഡിസോർഡറിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും പഠിക്കത്തില്ല, പക്ഷേ എന്തോ ഉണ്ടെന്ന് തോന്നുകയും ചെയ്യും. ഇതിനെ ഒരിക്കലും നമുക്ക് ഇൻ്റർ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് കാര്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചാലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം എന്താ, ഇതിൻ്റെ ചെറിയ ചില ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുലാസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ പറയുന്ന ഏറ്റവും വലിയ സയൻറ്റിഫിക് ട്രൂത്ത് പോലും സിമ്പിളായിട്ടൊരു കുട്ടിക്ക് മനസ്സിലാവും. പക്ഷെ ആ ഓർഡർ വേണം. ചെറിയ സിമ്പിൾ ഫോർമുലയാണ്. അത് നമുക്ക് നഷ്ടപ്പെടുത്തി കളയുന്നതാണ് ഇത് ചെയ്യുന്ന ആൾക്കാരുടെ വിജയം. കാരണം ഒരു നാടിനെ അടിമകളാക്കി നിർത്തണമെങ്കിൽ ആ നാട്ടിലെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. വെറുതെ ഒന്നും അടിമകളാക്കാൻ പറ്റില്ല. അതിലാദ്യം ചെയ്യേണ്ടത് അവരെ ഓർഡർ തെറ്റിക്കുക എന്നുള്ളതാണ്. അവരൊരു കാര്യത്തെ എങ്ങനെയാണോ നൈസർഗികമായി വീക്ഷിക്കുന്നത് ഒരു മനുഷ്യൻ, അതിന് വിപരീതമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ ഓർഡർ തെറ്റിച്ച്, അപ്പോൾ പിന്നെ ഒരിക്കലും ഇൻ്റർ കണക്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തത് ഭാഷയെ പൊളിയിട്ട് ചെയ്യുക എന്നുള്ളത്, ഒറിജിനൽ ഭാഷയെ പൊളിയിട്ട് ചെയ്യുക. മൂന്നാമത് അങ്ങനെ ഈ ഭാഷയുടെ പൊല്യൂഷനുണ്ട്, തത്വത്തിൻ്റെ പൊല്യൂഷനുണ്ട്, കുറേ തരത്തിലുള്ള മെത്തേഡുകളുണ്ട്. ഇതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടാണ് ഒരു നാടിനെ എന്നും അടിമകളാക്കി നിർത്തുന്നത്. മനസ്സിലായി? അല്ലാണ്ട് വെറുതെ ഒന്നും കാഷ്വലായിട്ട് സംഭവിക്കുന്നതല്ല. ജനങ്ങളുടെ സഫറിങ് ഒന്നും കാഷ്വലായിട്ട് സംഭവിക്കുന്നതല്ല. നമ്മളുടെ ആകെയുള്ള സഫറിങ്, നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ വിട്ട് മരിച്ചു പോകുന്നത് മാത്രമാണ് ഈ ഭൂമിയിലുള്ള ആകെയുള്ള ഒരു സഫറിങ്. അത് മരണത്തിലൂടെ പോകാം, നമ്മളെ വേർപെട്ടു പോകാം, മീൻസ് നമ്മളിൽ നിന്ന് അകന്നു പോകാം. ഈ ഒരൊറ്റ വേദന മാത്രമേ മാനസികമായിട്ട് ഈ ഭൂമിയിലുള്ളൂ. അതൊരു റിയാലിറ്റിയാണ്. അല്ലാതുള്ള വേദനകളെല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണത്, അല്ലാണ്ട് സ്വാഭാവികമല്ലത്. മറ്റേത് ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ റിയലാണ്. അല്ലെ നമ്മളായിട്ട് ബന്ധത്തിലുള്ള ഒരാൾ ഒരു ഉടക്കം ഉണ്ടായി പിരിഞ്ഞു പോയി, നമുക്കൊരു വിഷമമുണ്ടായി. ഇതൊക്കെ ഈ രണ്ട് സാധനങ്ങളേ ഉള്ളൂ റിയൽ ആയിട്ടുള്ള ഒറിജിനൽ സഫറിങ്. ബാക്കിയെല്ലാം ഫേക്കാണ്. മനസ്സിലായോ? ബാക്കിയുള്ള സഫറിങ് എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഡിസോർഡർ കൊണ്ടും, കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്നാണ് ഈ കുട്ടികൾ നമ്മളെ ചെറുപ്പം മുതലേ നമ്മളെ പഠിപ്പിക്കുന്ന മെത്തേഡ് ഡിസോർഡർ ആയതുകൊണ്ടും നമുക്ക് വിയേഡായിട്ടുള്ള കാഴ്ചപ്പാടാണ് ലോകത്തെ, അല്ല വിയേഡായിട്ടുള്ള രീതിയിലാണ് ലോകത്തെ കാണുന്നത്. അപ്പം നമ്മുടെ തലച്ചോറ് മുഴുവൻ ഇന്ന് നിറഞ്ഞിരിക്കുന്നത് ഭൂരിപക്ഷവും അധികാരവും പറയുന്ന കാര്യങ്ങളും ഉണ്ട് എന്നുള്ള തരത്തിലാണ്. നമ്മൾ അതിൻ്റെ അകത്ത് ജീവിക്കുമ്പോൾ ഫാൻറ്റസി ആയിട്ടുള്ള ഇമോഷൻസ് ക്രിയേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇതാണ് തത്വം. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് എന്തിനാണ് ഉദ്ദേശിച്ചത്? ഇനി ജീസസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പുതിയ ഗുണം ഉണ്ടാക്കുന്നതിനാണ് ജി എന്ന് പറയുന്നത്. അതിനെ ഹയസ്റ്റ് പ്യൂരിറ്റിയിലോട്ട് എത്തിക്കുക, അതായത് അഹ്മൃതമാക്കി മാറ്റുന്നതിനെയാണ് ജീസസ് എന്ന് പറഞ്ഞത്. അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പഴവർഗ്ഗങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ച് നമ്മൾ അവസാനം ഡിസ്റ്റിൽ ചെയ്ത് വരുന്ന സാധനമില്ലേ, അത് ഈ പഴവർഗ്ഗങ്ങൾ കൂട്ടിച്ചേർക്കുണ്ടാകുന്ന ഒരു നാച്ചുറൽ ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ജി എങ്കിൽ അതിൻ്റെ സസ്സാണ് ഈ പറയുന്ന ആ കുഴലിലൂടെ വരുന്നത്, അത് ജീസസ് ആണ്. ഏതൊരു കാര്യത്തിൻ്റെയും നമ്മളുണ്ടാക്കുന്ന പുതിയൊരു ഗുണത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പ്യൂരിറ്റീനെ വിളിക്കുന്ന പേരാണ് ജീസസ്. അല്ലാണ്ട് അതൊരു വ്യക്തിയുടെ പേരല്ല. ജ് ആൻഡ് സ് എന്ന് പറയുന്ന അക്ഷരം യേശു ക്രിസ്തു ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ട്, പൗരാണികമായിട്ടുള്ള വാക്കാണ്. മനസ്സിലായോ? ഇവിടെ നമുക്ക് ഉദാഹരണത്തിന് നമ്മളുടെ ഇവിടെ വാക്കുണ്ട് സാജൻ, സ ജ് എന്ന് പറഞ്ഞാൽ സജ്ജനം എന്ന് പറയില്ലേ, അത് തിരിച്ചിട് ജിസ് ആണത്. മനസ്സിലായോ? എല്ലാ നാട്ടിലും ആ വാക്കുണ്ട്, കാരണം ഇതൊരു യൂണിവേഴ്സൽ കൺസ്ട്രക്റ്റാണ്. അപ്പോൾ ജ് സസ് എന്ന് പറഞ്ഞാൽ അതറിയണമെങ്കിൽ ഗമാത്രികം എന്ന് പറയുന്ന സ്ട്രക്ചർ അറിയണം. ഈ ഗമാത്രികമായിട്ടുള്ള സ്ട്രക്ചറിൽ സ എന്ന് പറയുന്നത് എവിടെയാണ്, രണ്ട് പൊസിഷൻ വരുന്നതിനാണ് പറയുന്നത്. ഏറ്റവും പ്യൂരിറ്റി ഉള്ള രണ്ട് പൊസിഷൻസാണ്. അപ്പോൾ ഏതൊരു ഗുണം നമ്മൾ ഉണ്ടാക്കിയാലും അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പ്യൂരിറ്റിയിലോട്ട് ആക്കിയെടുക്കുക, എസ്തെറ്റിക് സെൻസ് എന്ന് പറയും. അതിൻ്റെ ഹയർ എസ്തെറ്റിക്കിലോട്ട് ആക്കിയെടുക്കുന്നതിനെയാണ് സസ് എന്ന് പറയുന്നത്.
അപ്പോൾ പുതിയ ഗുണങ്ങളെ നമ്മൾ ഇപ്പോൾ നമ്മളൊരു അച്ചാർ ഉണ്ടാക്കിയാലും അച്ചാർ ഒരു ആണ്. പല ഗുണങ്ങളെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഒരു അച്ചാർ. അതിനെ ഏറ്റവും പ്യൂരിറ്റി ഉള്ള രീതിയിലോട്ട് ആക്കിയെടുക്കണമെങ്കിൽ അത്ര അതീവ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഒരു കറി ഉണ്ടാക്കുന്നത് മനസ്സിലായി, ഏറ്റവും ടേസ്റ്റുള്ള രീതിയിലോട്ട് ആക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അത് സസ്സായി, അത് ജീസസായി മാറി. ഇതാണ് ജീസസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇനി അതൊരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ആ വ്യക്തി എന്താണ് പറഞ്ഞത്? ഈ ജീസസ് ആവണമെങ്കിൽ, ആ ഹയസ്റ്റ് പ്യൂരിറ്റിയിലോട്ട് എല്ലാത്തിനെയും കാണണമെങ്കിൽ എന്ത് വേണം? നീയാണ് അത് കണ്ട് മനസ്സിലാക്കേണ്ട ആ അതോറിറ്റി. നീ കാണുന്നതാണ് ആ സത്യം. നീ കാണുന്ന എന്താണ് അതിൻ്റെ അതോറിറ്റി നീയാണ്. അതാണ് നിൻ്റെ വഴിയായിട്ട് മാറുന്നത്. ആ വഴിയിൽ നിന്നിട്ടാണ് നീ ഇതെല്ലാം ചെയ്യേണ്ടത്. നോക്കൂ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ റിലീജിയനിൽ പറയുന്നതെല്ലാം അടിസ്ഥാന പ്രിൻസിപ്പിളുകളാണ്. പക്ഷെ അത് ആർക്ക് കൊടുക്കുന്നതാണ്? ഗുരു തൻ്റെ ശിഷ്യന് കൊടുക്കുന്നതാണ്. ഓരോ കുട്ടിക്കും കൊടുക്കേണ്ട ഉപദേശങ്ങളാണ്. ജീവിക്കുമ്പോൾ സൃഷ്ടി ഗുണത്തിൽ പരിശീലനം നടത്തുന്ന കുട്ടിക്ക് കൊടുക്കുന്നതാണ്. നീയാണ് കാണുന്നത്, മനസ്സിലായോ? നീയാണ് കാണുന്നത്, നീയാണ് ആ സത്തിനെ മനസ്സിലാക്കുന്നത്, ആ സത്താണ് നിൻ്റെ വഴിയാവുന്നത്. അതിൽ നിന്നിട്ടാണ് നീ ജീവ് ചെയ്യുന്നത്, പുതിയ ഗുണത്തെ കൊടുക്കുന്നത്. ഇതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ എന്തുകൊണ്ട് നമ്മളെല്ലാവരും അതിൻ്റെ അകത്ത് സ്റ്റിക്ക് ഓൺ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുപയോഗിക്കുന്ന വാക്കുകളൊക്കെ, ഇതിലുപയോഗിക്കുന്ന പെർസെപ്ഷനാണ്. അതായത് ഇതിൽ കൊടുക്കുന്ന വാക്കുകളുടെ ആ ഒരു ആംഗിളും പെർസെപ്ഷനും ഒക്കെ നമ്മുടെ ഉള്ളിൽ സബ്സ്ട്രേറ്റ് ലെവലിൽ ഇത് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന നാച്ചുറൽ പ്രിൻസിപ്പിളാണ് നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് അതിൻ്റെ അകത്ത് വേറെ ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്താലും നമ്മൾ അതിൻ്റെ അറിയാതെ അതിൻ്റെ പുറകെ പോകുന്നത്. മനസ്സിലായോ? ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മളെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു പെർഫ്യൂം, ആ പെർഫ്യൂമിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ അതിൻ്റെ പുറകെ പോകുന്നതെന്ന് വിചാരിച്ചോ. അതിലിപ്പോൾ ഒരു സിംഹത്തിൻ്റെ പുറത്താണ് ആ പെർഫ്യൂം അടിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ ആ പെർഫ്യൂം കേട്ടിട്ട് അറിയാതെ പോവുകയാണേ, പക്ഷേ ചെല്ലുമ്പോഴാണ് അത് സിംഹമാണെന്ന് അറിയണത്. സംഭവം പിടികിട്ടിയ. അതായത് അതിൻ്റെ ഈ വാക്കുകൾക്ക് ഭയങ്കരമായിട്ടുള്ള, അല്ലെങ്കിൽ വാക്കുകൾക്കും ഈ ആംഗിളുകൾക്ക് നമ്മളെ കാണിച്ചു തരുന്ന ഇങ്ങനെയുള്ള ചില സബ്സ്ട്രേറ്റ് പ്രിൻസിപ്പിളുകൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. നമ്മളറിയാതെ തന്നെ നമ്മൾ അതിലോട്ട് അട്രാക്റ്റഡ് ആവും. പക്ഷേ ഈ അട്രാക്ഷൻ വെച്ചിട്ട് അതെന്ത് ചെയ്യുന്നു? അതിൻ്റെ അകത്ത് വേറെ ഇമാജിനേഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ ഇമാജിനേഷൻ്റെ പുറകെ പോകും. മനസ്സിലായോ? കാരണം ഈ പ്രിൻസിപ്പിളുകൾ നമ്മുടെ ഉള്ളിൽ ശരീരത്തിൽ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിളുകളാണ്. ശരീരം വർക്ക് ചെയ്യുന്നത് പ്രിൻസിപ്പിളുകൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ റിലീജിയനിൽ ഉപയോഗിക്കുന്ന ഈ വാക്കുകളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഒരു കുട്ടിക്ക് ചുറ്റും നോക്കുമ്പോൾ കാണുന്ന ചെറിയ ചെറിയ പ്രിൻസിപ്പിളാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അതെന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു ചരുവത്തിൽ വെള്ളം നിറച്ച് അതിൻ്റെ അകത്ത് ഒരു കല്ലെടുത്തിടുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുളത്തിൽ പോയിട്ടാണെങ്കിലും നിങ്ങളൊരു കല്ലെടുത്തിടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്യുക. അവിടെ ആദ്യം ചെന്ന് വീഴുന്ന ആ കല്ല് ചെന്ന് വീഴുന്ന ആ ഫോഴ്സിനെ, അതിനെ ഫു എന്നാണ് പറയുക. ഫു. അവിടുന്ന് അതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? കുറേ ഒരു വട്ടത്തിൽ കുറേ സാധനങ്ങളുണ്ടാവും. മനസ്സിലായി? എന്താണ് അതിനെ വിളിക്കുക? തരംഗം, വൈബ്രേഷൻ എന്ന് പറയും. അതിനെയാണ് റാ എന്ന് പറഞ്ഞാൽ. റ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിനുശേഷം ഇത് വലിയൊരു ഫീൽഡായി മാറും. മനസ്സിലായി? ഒരു വലിയൊരു ആകൃതി ഉണ്ടാവും. ആ ആകൃതിയായിട്ട് രൂപപ്പെട്ട് വരുമ്പോൾ നമ്മൾ അപ്പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഇതൊരു വലിയൊരു ആകൃതി പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ചു. അതിനെ നമ്മൾ ഭൂ എന്നാണ് പറയുക. ഈ 3 കാര്യങ്ങളെ ചേർത്ത് വെക്കുന്നതാണ് നമ്മൾ ആദ്യം വീണതിനെ അപ്പം എന്ന് പറയും. ആ ഉണ്ടായ വൈബ്രേഷനെ റുഹം എന്ന് പറയും. പിന്നെ നമ്മുടെ മുമ്പിൽ ആവതരിച്ച് വരുന്ന അവസാനത്തെ മൊത്തം ടോട്ടലായിട്ടുള്ള ആ സാധനം ഉണ്ടല്ലോ, അതിനെയാണ് ബയൻഡ് എന്ന് പറയുക, അല്ലെങ്കിൽ അബം എന്ന് പറയും. ഇതെല്ലാം ഈ ശബ്ദരൂപങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ അപ്പം, റുഹം, അബം എന്ന് പറഞ്ഞാൽ ചലനം, പകരുന്ന ചലനം, പിന്നെ അതുണ്ടാക്കുന്ന എഫക്റ്റ്. എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതെന്തോ അതാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളിലോട്ട് വന്ന് അടിക്കുന്നതെന്തോ. അപ്പോൾ അത് ഒന്നെങ്കിൽ അതൊരു ഫോഴ്സായിട്ട് അതിനെ നമ്മൾ അനുഭവിക്കാം, അല്ലെങ്കിൽ അതൊരു രൂപമായിട്ട് അതിനെ നമുക്ക് അനുഭവിക്കാം. അപ്പം നമ്മളിലോട്ട് എന്താണ് എഫക്റ്റ് ആകപ്പെടുന്നത്? ഒരു രൂപമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് നമ്മുടെ കണ്ണുകൾക്കുണ്ടാകുന്ന എന്താണ്? ഒരാകൃതി രൂപപ്പെടുകയാണ് ചെയ്യുന്നത്.
അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സൗണ്ട് ആണെങ്കിൽ നിങ്ങളൊരു കമ്പിയിൽ അടിക്കുന്നു, ആ കമ്പിയിൽ അടിച്ച ഫോഴ്സ് അപ്പമാണ്. അവിടെ എയറിലപ്പം എന്തുണ്ടായി? ഒരു ചലനത്തിൻ്റെ പകർച്ചയുണ്ടായി. അതാണ് റൂഹൻ. അത് എൻ്റെ ചെവിയിൽ ഞാൻ എന്തായിട്ടാണ് കേൾക്കുന്നത്? ഒരു സൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫെനോമിന, അതിനെയാണ് അബം എന്ന് പറയുന്നത്. ഈ 3 പ്രിൻസിപ്പിളാണ് അപ്പ, റൂഹം, അബം എന്ന് പറഞ്ഞാൽ ബയൻഡ് എന്ന് പറയും, പുത്ര എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മളുടെ മനുഷ്യൻ്റെ പ്രിൻസിപ്പിൾ എടുത്ത് നോക്കിക്കേ. ഈ സെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോഴ്സാണ് അല്ലേ? അച്ഛൻ്റെ സെമൺ എന്ന് പറഞ്ഞാൽ സ്പേം എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോഴ്സാണ്, അപ്പൻ. അതുകൊണ്ടാണ് അപ്പ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? എന്നിട്ട് അത് വന്നിട്ട് ഗർഭപാത്രത്തിൽ വന്ന് അണ്ടത്തിൽ ചേരുന്നു. ഈ അണ്ടമാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഗർഭപാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് റൂഹം കൊടുക്കുന്നത്. റൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് ആ വരകളും കുറികളും കൊടുത്തതിന് വെച്ചാൽ അതിന് ആ സ്ട്രക്ചർ കൊടുത്തെടുക്കുന്നത്. നിങ്ങൾ ആ വെള്ളത്തിൽ വീഴുമ്പോഴത്തേക്ക് കണ്ടില്ലേ, ചുറ്റും ഇങ്ങനെ ഉണ്ടാകുന്ന ആ വൃത്തത്തിൽ ഉണ്ടാകുന്ന അതിനാണ് റാകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഒരു രൂപത്തെ സംബന്ധിക്കുമ്പോൾ രൂപത്തിൻ്റെ കൈകളും കാലുകളും ഇതെല്ലാം ഓരോ റാകൾ പോലെ വരകളും കുറികളും ഉണ്ടായി അതിനൊരു സ്ട്രക്ചർ ആകുന്നതിനെയാണ്, ആക്കി മാറ്റുന്ന ആ തലത്തെയാണ് റൂഹം എന്ന് പറയുന്നത്. അതാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നടക്കുന്നത്. അതിനുശേഷം ഒരു സമയം എത്തുമ്പോൾ ഇത് ഒരു രൂപമായി അബം ആയി പുറത്തോട്ട് വരും. അതാണ് പുത്ര. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് പിതാവ് എന്ന് വിളിക്കുന്നത്. പിത്ത്, അപ്പൻ. പ് എന്ന് പറഞ്ഞാൽ പിന്നെ പിത്ത് എന്ന് പറഞ്ഞാൽ ആ ഇനീഷ്യൽ എനർജിയുടെ ഇതിനെയാണ് പിത്ത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മാതാവ് എന്ന് വിളിക്കുന്നത്? മത് എന്ന് വിളിക്കുന്നത് മാ എന്ന് പറഞ്ഞ രൂപമെന്നാണ്. രൂപം കൊടുക്കുന്നത് ആരാണ്? അമ്മയുടെ ഗർഭപാത്രമാണ് രൂപം കൊടുക്കുന്നത്. അല്ലാണ്ട് അമ്മയല്ല, അച്ഛനുമല്ല ഇത് ചെയ്യുന്നത്. ആ ശരീരമാണ് അതിൻ്റെ ആ സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഉണ്ടാക്കുന്ന ശരീരത്തിനാണ് നമ്മൾ അപ്പ എന്ന് വിളിക്കുന്നത്, പിതാവ് എന്ന് വിളിക്കുന്നത്. അത് മാതാവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് രൂപമാക്കി മാറ്റുന്നത്. അത് മത്ത് വ് ആണ്. മത്ത് വ് ചെയ്യുന്ന ആൾ മാതാവ്, പിത്ത് വ് ചെയ്യുന്ന ആൾ പിതാവ്. അടുത്തത് പുത്ര. ത്രം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ, അതായത് കറക്റ്റായിട്ട് വന്നിട്ടുള്ള ഒരു സ്ട്രക്ചറിനെയാണ് ത്രം എന്ന് പറഞ്ഞത്. അപ്പോൾ പൂവിൻ്റെ ത്രം, അതാണ് പുത്ര എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ശാസിൻ്റെ ത്രമാണ് ശാസ്ത്രം. ഇവിടെ പറയുന്നത് പോലെ അസ്ത്രം പോലെ ശാസിക്കപ്പെടുന്നതാണ്. മണ്ടന്മാർ പറയുന്നതാണ്. ശാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. ഈ പ്രപഞ്ചത്തിലെ അടിസ്ഥാന പ്രിൻസിപ്പിളുകൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് ശാസം എന്നറിയത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതാണ് എന്ത്? ഈ അപ്പം, റൂഹം, അഭം എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ശരീരത്തിൻ്റെ പ്രിൻസിപ്പിൾ എടുക്കുമ്പോൾ ഏകദേശം അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു വെള്ളത്തിൽ കല്ലിട്ട് കഴിഞ്ഞാലും ഇത് തന്നെ കാണാൻ പറ്റും. അങ്ങനെ ഒരു ഇനിഷ്യൽ ഫോഴ്സും പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന പ്രതിപ്രവർത്തനവും ആ പ്രതിപ്രവർത്തനത്തിന് ശേഷം രൂപപ്പെടുന്ന ആകൃതിയോ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഇഫക്റ്റോ, ഇതിനെ 3 കൂടി ചേർത്തിട്ട് പറയുന്നതാണ് അപ്പം, റൂഹം, അഭം എന്ന് പറയുന്നത്. ഇതാണ് പിന്നീട് പറഞ്ഞ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായി മാറിയത്. ഈ പരിശുദ്ധാത്മാവിനെ എന്തുകൊണ്ടാണ് ഷീ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് പെണ്ണെന്നുള്ള അഭിസംബോധന കൊടുക്കുന്നത്? മാതാവിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ അത് നമ്മളുടെ നമ്മളുടെ ഗർഭവും പ്രത്യുൽപാദനവുമായി ബന്ധപ്പെടുമ്പോഴും ഇതേ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റും നമ്മളിത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിലോട്ട് അട്രാക്റ്റഡ് ആവുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. പരിശുദ്ധാത്മാവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്നാലും കണ്ടിട്ടില്ലെങ്കിൽ ആൾക്കാർ എന്തുകൊണ്ട് അതിൻ്റെ പുറകെ പോകണേ? കാരണം നമ്മൾ ഉണ്ടാകുന്ന പ്രിൻസിപ്പിള്, ഈ ഒരു വെള്ളത്തിൽ കല്ലെടുത്തിനുമ്പോൾ ഉണ്ടാകുന്ന പ്രിൻസിപ്പിള്, ഒരു വൃക്ഷം ഉണ്ടാകുന്ന പ്രിൻസിപ്പിള്, ഒരു വിത്ത് എന്ന് പറയുന്ന ആ വിത്ത് മണ്ണിലോട്ട് വന്ന് വീഴുമ്പോൾ അതൊരു അഭ്യമാണ്. അവിടുന്നാണ് ഇനിഷ്യൽ ഫോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചുറ്റും നടക്കുന്ന പ്രിൻസിപ്പിളുകളാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് അത് ഇങ്ങനെ തന്നെ, ആ പ്രിൻസിപ്പിളുകൾ അങ്ങനെ തന്നെ നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. അതിന് വേറെ ഇമാജിനേഷൻ കൊടുത്താൽ ആൾക്കാർക്ക് അതിൽ നിന്ന് സ്വതന്ത്രമാകാൻ പറ്റില്ല. ആ കള്ള ഇമാജിനേഷൻസിൻ്റെ അത് പുറകെ പോകേണ്ടി വരും. നോക്കൂ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ അവരുടെ സ്വന്തം ജീവിതത്തിൽ തങ്ങൾ നേരിട്ട് കാണുന്ന കാര്യത്തിനനുസരിച്ച് മാത്രമേ അവർ പണം കൈമാറ്റം ചെയ്യാറുള്ളൂ. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണല്ലോ. പണം കൈമാറുന്ന കാര്യത്തിൽ ഇവർക്ക് നേരിട്ടുള്ള എവിഡൻസുകൾ വേണം. ബാക്കിയുള്ള കാര്യത്തിൽ എന്താ അവർ ചെയ്യാത്തത്? അതിൻ്റെ കാരണം ഇവർക്ക് അറിയാം, പക്ഷേ ഇതവർക്ക് മനസ്സിലാവുന്നില്ല. ഇത് അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഫീലിംഗ് ഉണ്ട്, ഇത് കേൾക്കുമ്പോൾ ഇതെന്തോ ഒരു സാധനമാണെന്ന്. പക്ഷേ ഇവർ പോകുന്നത് മറ്റവർ വെച്ച ട്രാപ്പിലോട്ടാണ്. അങ്ങനെ ഇവർ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ കുറേ ഭാഗം മറ്റവർ കൊണ്ടുപോകും. അങ്ങനെ പല മേഖലകളിലൂടെ ഇത് കൊണ്ടുപോകുന്നുണ്ട്. ഇനിയാണ് ശാസ്ത്രത്തിൽ വരുമ്പോൾ,
ശാസ്ത്രത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ വാക്കിനെ എടുത്തിട്ട് കളിക്കുന്ന രീതികളാണ്. മനസ്സിലായോ? വേവ് എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ ശരിക്കും എന്തിനെ ഉദ്ദേശിച്ചിട്ടാണ് വിളിച്ചുകൊണ്ടിരുന്നത്, അതിപ്പോൾ എവിടം വരെ എത്തിയെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇപ്പോൾ വേവ് എന്ന് പറഞ്ഞാൽ പടം വരക്കുന്നത് ഇപ്പോൾ അതിനെ ഒരു മാറ്റർ എന്നുള്ള രീതിയിൽ പരിഗണിക്കുന്ന അവസ്ഥയിലെത്തി. അപ്പോൾ ഇത് ശാസ്ത്രത്തിലും എല്ലാ സ്ഥലത്തും ഇതെന്തുകൊണ്ട് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ചുറ്റും കാണുന്ന പ്രിൻസിപ്പിളുകളാണ് ഈ ശബ്ദരൂപത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് സ്വതന്ത്രരാകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇനി വരുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ സഹായിക്കണം. ഈ 40 ശബ്ദരൂപങ്ങളെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ സഹായിക്കണം, ഇൻസ്പയർ ചെയ്യണം, എൻകറേജ് ചെയ്യണം. അതായത് മലയാള ഭാഷക്കും സംസ്കൃതത്തിനും ഹിന്ദിക്കും തമിഴിനും റഷ്യനും ഇംഗ്ലീഷിനും അതിന് അപ്പുറത്തോട്ട് നമുക്ക് 40 ശബ്ദരൂപങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളതെന്നും ആ 40 ശബ്ദരൂപങ്ങളുടെ ഗ്രാമറും അതിൻ്റെ കൺസ്ട്രക്റ്റുകളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നും അത് ആ കുട്ടികളെ നമ്മൾ സഹായിക്കണം. ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് അത് പറ്റത്തില്ല. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി തന്നെ പല ലാംഗ്വേജുകളുടെ അടിമകളാണ്. അപ്പോൾ ഈ 40 ശബ്ദരൂപങ്ങളെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഇട്ടുകൊടുക്കണം. ഈ കുഞ്ഞുങ്ങൾ അത് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്ന അന്ന് മുതൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ഒറിജിനൽ ഗ്രാമർ ഇവർ കൊണ്ടുവരും. ഇത് കൊണ്ടുവന്നു കഴിയുമ്പോൾ എല്ലാം ശുദ്ധീകരിക്കപ്പെടും. കാരണം എല്ലാ സീക്രട്ടും ഇരിക്കുന്നത് വാക്കിലാണ്. വാക്കുകൊണ്ടാണ് നമ്മൾ ലോകത്തെ സൃഷ്ടിച്ചെടുക്കുന്നത്. ഒരു പബ്ലിക് കാര്യസ്ഥ വ്യവസ്ഥ എന്ന് പറയുന്നത് വാക്കുകളുടെ സമുച്ചയമാണ്. ഈ വാക്കുകളെ തെറ്റായ സങ്കല്പങ്ങൾ കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു മോശമായിട്ടുള്ള പബ്ലിക് മാനേജ്മെൻറ്റ് സിസ്റ്റമേ ഉണ്ടാവത്തുള്ളൂ. അത് തന്നെയല്ലേ എല്ലാവരും നിയന്ത്രിക്കുന്നത്. അതിൽ നിന്നല്ലേ ഒരു വിദ്യാഭ്യാസ മേഖല ഉണ്ടാകുന്നത്. അപ്പോൾ വാക്കാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ഈ ഭൂമി ഇന്ന് മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്നതിനെ ബന്ധപ്പെടുത്തുന്ന സാധനമാണ് ഈ പറയുന്ന വാക്കെന്ന് പറയുന്നത്. അപ്പോൾ ഈ വാക്കിനെ ഇട്ട് കളിക്കുന്നിടത്താണ്. കാരണം ഈ വാക്ക് നമ്മളുണ്ടാക്കിയതാണോ? അല്ല. ഈ 40 ശബ്ദരൂപങ്ങൾ നമ്മളുടെ ശരീരത്തിൻ്റെ കൺസ്ട്രക്റ്റാണത്. ആ ശരീരത്തിൽ നിന്ന് ഈ 40 ശബ്ദരൂപങ്ങളെ വരത്തുള്ളൂ. അത് വരാൻ പാകമായ രീതിയിലാണ് ശരീരം ഇരിക്കുന്നത്. കാരണം ഈ ഓരോ ശബ്ദരൂപങ്ങളും ഇതിൻ്റെ സബ്സ്ട്രേറ്റ് ലെവല് ഇതിൻ്റെ അൽഗോരിതത്തിലുള്ളതാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ അൽഗോരിതത്തിൽ കിടക്കുന്നതാണ് ഈ 40 ശബ്ദരൂപങ്ങൾ. ഇതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് വാക്കിനെ തിരിച്ചറിയുക എന്ന് പറയുന്ന കാര്യം പറയുന്നത്. വാക്കാണെല്ലാം. ഈ വാക്കിനെ നോക്കുക എന്നുള്ളതാണ്. അതായത് ആൽഫബറ്റിലോട്ട് നോക്കുകയല്ല, ഓരോ ശബ്ദരൂപങ്ങൾക്കും അർത്ഥമുണ്ട്. അപ്പോൾ ഈ ശബ്ദരൂപങ്ങളും ഈ ഭൂമിയിൽ കിടക്കുന്ന നാച്ചുറൽ പ്രിൻസിപ്പിളുകളും വളരെ ഇൻ്റർ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ശബ്ദരൂപങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകാൻ പറ്റത്തില്ല. അപ്പോൾ ആരെങ്കിലും വന്നിട്ട് നാളെ വന്നിട്ട് ഈ ശബ്ദരൂപത്തിന് വേറൊരു ഇമാജിനേഷൻ കൊടുത്താൽ നമ്മളറിയാതെ അതിൻ്റെ പുറകെ പോകും. നമുക്കറിയാം ഇത് ഇമാജിനേഷൻ ആണെന്ന്, പക്ഷെ നമ്മൾ അതിൻ്റെ പുറകെ പോകും. കാരണം എന്താ? കാരണം ആ ശബ്ദരൂപങ്ങളും നാച്ചുറൽ പ്രിൻസിപ്പിളുകളും ഒരേപോലെ ഇരിക്കുന്ന കോഡ് ചെയ്തിട്ടുള്ള വാക്കുകളാണ്. മനസ്സിലായോ? അപ്പോൾ അതങ്ങനെയാണത്. അപ്പോൾ നമ്മൾ ഭാഷയെക്കുറിച്ച് മനസ്സിലാക്കുന്നതെല്ലാം ശുദ്ധ അബദ്ധമാണ്. എറ്റിമോളജി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അങ്ങനെയൊന്നുമില്ല. ഇൻഡോ യൂറോപ്യൻ ഗ്രീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് വെറും മണ്ടത്തരമാണ്. ഇതെല്ലാം വരുന്നത് ഈ യൂണിവേഴ്സൽ ഗ്രാമറിൻ്റെ സ്ട്രക്ചറിൽ നിന്നാണ്. അപ്പോൾ ഇത് ആകെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരോട് ഈ 40 ശബ്ദരൂപങ്ങളെക്കുറിച്ചിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ കൊടുത്താൽ മതി. അതവർക്ക് ഓർമ്മ വരും. എന്തുകൊണ്ടാണ്? അത് അവരുടെ ശരീരത്തിൻ്റെ കൺസ്ട്രക്റ്റാണ്. മനസ്സിലായോ? എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൻ്റെ കൺസ്ട്രക്റ്റാണ്. അത് കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഈ 40 ശബ്ദരൂപങ്ങളെ എക്സ്പ്ലോർ ചെയ്യാനും അതിൻ്റെ ഗ്രാമർ കണ്ടെത്താനും അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കാനുമായിട്ടുള്ള എന്താ പറയുക, നമ്മൾ ആ ഡിറക്ഷൻ കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറയണം. പിന്നെ അവരത് എക്സ്പ്ലോർ ചെയ്യും. അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് അവരെന്ത് കൊണ്ടുവരും? ഈ യൂണിവേഴ്സൽ ഗ്രാമറിനെ തിരിച്ചു കൊണ്ടുവരും. ഈ യൂണിവേഴ്സൽ ഗ്രാമർ കൊണ്ടുവരുമ്പോൾ ഇവിടെയുള്ള എല്ലാ കള്ളവാക്കുകളും അതോടുകൂടി ഡിസ്ട്രോയിഡ് ആവും. വാക്കാണെല്ലാം. വാക്കിൽ മാത്രമാണ് മനുഷ്യൻ ഈ ലോകം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദുഷിച്ച വാക്കുകളുണ്ടെങ്കിൽ ദുഷിച്ച ലോകം ഉണ്ടാവും. ശുദ്ധമായ വാക്കുകളാണെങ്കിൽ ശുദ്ധമായ ലോകവും ഉണ്ടാവും. അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു രീതിയിലൂടെ ഈ നല്ല ലോകം സൃഷ്ടിക്കാമെന്ന് പറഞ്ഞ് ആര് വന്നാലും അവൻ കള്ളനാണ്, മഹാകള്ളനാണ്, മഹാകള്ളകള്ളനാണ്. മനസ്സിലായോ? വാക്കും നമ്മളുടെ ഫിസിക്കാലിറ്റിയും തമ്മിൽ ബന്ധം. കുറേ എൻലൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരും, ഭയങ്കര എൻലൈറ്റ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവരുപയോഗിക്കുന്ന വാക്കുകൾ കേട്ടാൽ അറിയാം കള്ളന്മാരാണെന്ന്. കാരണം ഈ വാക്കുകളെക്കുറിച്ച് പൂർണ്ണ ജ്ഞാനം ഇല്ലാത്ത, അതെന്താണെന്ന് അറിയാൻ പറ്റാത്തവന് ഈ ലോകത്തെ ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് ഇനി വരാനിരിക്കുന്ന കാലം അതിന് വേണ്ടിയിട്ടുള്ള കാലഘട്ടമാണ്. നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ
നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതി അവരെ ഓർമ്മപ്പെടുത്തുക. നമ്മൾ പഠിക്കുന്ന ഭാഷയല്ല, നമുക്ക് എല്ലാവർക്കും ഭൂമിയിലുള്ള ആൾക്കാർക്ക് 40 ശബ്ദരൂപങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അതിന് ഗ്രാമറുണ്ട്, അതിൻ്റേതായ അത് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് റൂൾസ് ഉണ്ട്, അതിന് മെത്തേഡുണ്ട്. അതാണ് കുട്ടികൾ ഓർമ്മപ്പെടുത്തേണ്ടത്. അവരത് എക്സ്പ്ലോർ ചെയ്യും. എക്സ്പ്ലോർ ചെയ്തിട്ട് അവർ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അവർ തന്നെ കൊണ്ടുവരുന്ന ആ തിയറി ഉണ്ടല്ലോ, അത് സെയിം ആയിരിക്കും. സെയിം പ്രിൻസിപ്പിളായിരിക്കും അവർ കൊണ്ടുവരുന്നത്. കാരണം എന്താ, ഈ സാധനം കൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊരൊറ്റ ലാംഗ്വേജേ ഉള്ളൂ. മനസ്സിലായോ? അതിനൊറ്റ മെത്തേഡ്, ആ ഒരു മെത്തേഡിൽ തന്നെ അവർ കൊണ്ടുവരും. അപ്പോൾ അതാണ് ഇനി പാരൻസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ നല്ലൊരു കാര്യം. ഇതോടുകൂടി തീർന്നു. ഇത് ലാസ്റ്റ് ചാൻസാണ്. ഈ ലോകം അതിൻ്റെ വലിയൊരു ട്രാൻസിഷൻ പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. ഒരു ബെറ്റർ വേൾഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകെയുള്ള ഒരേ ഒരു സാധ്യത ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് വാക്കിനെ ഒരുപക്ഷെ ഇത്രയും വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ ഓരോ ദിവസവും ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ വാക്ക് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നത് ആ വാക്കിൻ്റെ പവറാണ്. അപ്പോൾ വാക്കിന് വിലയില്ലാന്ന് വിചാരിക്കരുത്. പക്ഷേ ഇപ്പോഴും അത് പറഞ്ഞ ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതുകൊണ്ടാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെ അനുവദിക്കൂ. അവർ വന്നിട്ട് പറഞ്ഞു തരും ഈ ഓരോ ശബ്ദരൂപങ്ങൾ എന്താണെന്നുള്ളത്. അവർ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് ഇനി പാരൻസ് ആവുന്ന പാരൻസ് ശ്രദ്ധിക്കേണ്ടത്, ഈ മലയാള ഭാഷക്കും അവർ പഠിപ്പിക്കുന്ന ഭാഷകൾക്ക് അത് പഠിച്ചോട്ടെ. പക്ഷെ അവരോട് പറയാം, ഇതെല്ലാം പൊള്യൂട്ടഡാണ്. നമുക്കൊരു ഒറിജിനൽ ഭാഷയുണ്ട്, ഈ ഭൂമിയുടെ ഒറിജിനൽ ഭാഷ, ദ യൂണിവേഴ്സൽ ലാംഗ്വേജ്, ദ യൂണിവേഴ്സൽ ഗ്രാമർ. അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവരെ അനുവദിക്കുക, അവരെ സമ്മതിക്കുക, അവർക്ക് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. അത് പിന്നെ അവർ ചെയ്തോളൂ. അതിൽ കഴിവുള്ള കുട്ടികൾ ധാരാളം ഉണ്ടാവും. അവരത് കൊണ്ടുവരും. അത് കൊണ്ടുവരുമ്പോൾ മാത്രമേ ഈ ബെറ്റർ വേൾഡ് ഉണ്ടാവുള്ളൂ. വാക്കിലാണ് ബെറ്റർ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. വാക്കാണ് സ്വർഗം ക്രിയേറ്റ് ചെയ്യുന്നതും വാക്കാണ് നരകം ക്രിയേറ്റ് ചെയ്യുന്നതും, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ ഒരു കാലഘട്ടം വരെ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നരകത്തിലാണ്. കാരണം ഈ വാക്കുകൾ പൊള്യൂട്ട് ചെയ്തിട്ടാണ് ഈ നരകം സൃഷ്ടിച്ചിരിക്കുന്നത്. തിരിച്ചതിനെ സ്വർഗമാക്കണമെങ്കിൽ വാക്കിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതിന് വാക്കുകൾ ഇറേസ് ചെയ്ത് പറയാൻ പറ്റില്ല. വാക്കുകൾക്ക് കൊടുത്തിരിക്കുന്ന തെറ്റായ നിർവചനങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ വാക്കിനെ അറിയണം, വാക്ക് എവിടുന്ന് വന്നെന്നറിയണം, ശബ്ദരൂപങ്ങളെ അറിയണം. അതായത് സസംഗ ബോധവർഷം എന്ന് പറയും. സസംഗ ബോധവർഷം, അതാണ് ആ ലാംഗ്വേജ്. അത് അതേ ലാംഗ്വേജിൽ തന്നെ ഉപയോഗിക്കുന്ന വാക്കാണ് സസംഗ ബോധവർഷം. ആ ഭാഷ നമ്മളുടെ എല്ലാവരുടെയും ഭാഷയാണ്. ഭൂമിയിലുള്ള എല്ലാ ആൾക്കാരെയും ഒരുമിപ്പിക്കുന്ന ഒരൊറ്റ ലാംഗ്വേജ് അതാണ്. ബാക്കിയുള്ളതെല്ലാം ഫേക്കാണ്, പൊള്യൂട്ടഡാണ്, ഇൻകംപ്ലീറ്റ് ആണ്, മാക്സിമം എല്ലാം പൊള്യൂട്ടഡാണ്. അതുകൊണ്ട് ഈ സസംഗ ബോധവർഷം എന്ന് പറയുന്ന ആ ഭാഷ നമ്മുടെ ശരീരത്തിൻ്റെ കൺസ്ട്രക്റ്റാണ്, യൂണിവേഴ്സിൻ്റെ അൽഗോരിതത്തിൽ കിടക്കുന്നതാണ്. അതിനെ പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുട്ടികളെ അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് എങ്കിലും കൊടുക്കണം. സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ അന്വേഷിച്ച് പോകുള്ളൂ. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോഴേ കുട്ടി അന്വേഷിച്ച് പോകത്തുള്ളൂ. ആ സാധ്യത കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു സാധനമുണ്ട്, നമുക്കൊരു യൂണിവേഴ്സൽ ഗ്രാമർ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ റിലീജിയനിൽ ഇതിലെല്ലാത്തിലും ഉപയോഗിക്കുന്നത് ജനങ്ങളെ അടിമകളാക്കി നിർത്തി അവരെ ഒരു എനർജി സ്രോതസ്സുകളായിട്ട് നിർത്തി ജീവിക്കാൻ തീരുമാനിച്ച മനുഷ്യരെ നമുക്ക് ചുറ്റും കാണുന്ന പ്രിൻസിപ്പിളുകളും കാര്യങ്ങളും ഇതിനെ കോർഡിനേറ്റ് ചെയ്തിരുന്ന വാക്കുകളെടുത്ത് അതിനെ അവർ വേറെ ഇമാജിനേഷൻ കൊടുത്ത് മനുഷ്യരെ കൊണ്ട് വിശ്വസിപ്പിച്ച് നിർത്തി അവർ എനർജി സ്രോതസ്സുകളായിട്ട് ഉപയോഗിക്കുകയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടം മാറാൻ സമയമായി. ഈ കാലഘട്ടം മാറാനായിട്ട് സമയമായി. അപ്പോൾ അത് മാറുന്ന സമയത്ത് ഇത് ശരിയായ രീതിയിൽ മാറുന്നത് വാക്കുകളുകൊണ്ടാണ്. വാക്കിലൂടെ മാറാൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ വലിയ സ്വർഗവും മറ്റേതൊക്കെ ഉണ്ടാവുന്ന ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വീണ്ടും കള്ളത്തരമാണ്. നിങ്ങൾക്ക് ഒരു നിമിഷമെങ്കിലും ഇരുന്ന് ആലോചിച്ച് നോക്കുക, വാക്കിൻ്റെ വലിപ്പം എന്താണ്. ഒരു വാക്ക് നിങ്ങൾ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എനിവേ ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഇത്രയും പറയാനുള്ളത്.